بسم الله الرحمن الرحيم الحمد لله الذي ما خلق الجن والإنس إلا ليعبدوه واختار منهم بني آدم ليذكروه واصطفى من بني آدم الأنبياء والرسل ليستهدوه وخير منهم سيد الكائنات محمدا صلى الله عليه وسلم ليقتدوه وأعطى لهم ملأ وسبلا وأمما وجعل أمة نبينا وشفيعنا وسيدنا ومجتبانا ومرتضانا ومنجانا وملجانا وهادينا ومحبوبنا ومعشوقنا محمد صلى الله عليه وسلم خير الأمم ذمما اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم صدق الله العلي العظيم
فقال نبينا وحبيبنا ومجتبانا ومرتضانا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاءه شفيعنا محمد مصطفى يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا شيخ محي الدين عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجة سنجري يا رب صل على النبي محمد منجي الخلائق من جهنم في غدي يا صاحب الكنور كل ناصر يا مطلب الحاجات مولى القادر يا صاحب الكنيال كل ناصر يا مطلب الحاجات عبد الله القادر يا صاحب المودياد كل ناصر يا مطلب الحاجات حمزة القادر يا قادر يا قادر يا قادر يا شيخ محي الدين عبد القادر مرحبا يا نور عيني جد الحسين أهلا وسهلا مرحبا يا خير داعي يا نبي سلام سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور صلى الله عليه وسلم صلى الله على محمد يا رب صل وسلم വിഷയത്തിലേക്ക് ആമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുണ്യമക്കാമിൽ കടക്കുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ പൊരുത്തം അല്ലാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം എപ്പോഴും കേൾക്കുന്ന മഹാനെക്കുറിച്ചുള്ള ചില മദ്ഹുകൾ നിങ്ങൾക്ക് മുമ്പാകെ ഇവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ച് സമർപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. തൊട്ടിപ്പാലം മക്കാമിലെ പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. തൊട്ടിപ്പാലം മക്കാമിലെ പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കുന്നുമ ഇന്നു കണക്കില്ല. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കുന്നുമേ ഇന്നു കണക്കില്ല.
ജാതിക്കും ഭാഷയ്ക്കും വർണ്ണത്തിന്മേനിക്കും ഇവിടെ വിലക്കില്ല. ആദിയാൽ ചാരത്തു വന്നു ഞാൻ കൈകൾ നീട്ടിറതിയല്ല. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. തൊട്ടിപ്പാലം മക്കാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. അമ്പിയാക്കൾക്കൊരു പിൻഗാമിയായി വന്ന മുത്ത് സയ്യിദോരേ, അമ്പിളി പയ്യുമേ മണ്ണിൽ നിന്നെന്നെ വെറുതെ മടക്കല്ല. അമ്പിയാക്കൾക്കൊരു പിൻഗാമിയായി വന്ന മുത്ത് സയ്യിദോരേ, അമ്പിളി പയ്യുമേ മണ്ണിൽ നിന്നെന്നെ വെറുതെ മടക്കല്ല. അമ്പാവൻ ഫضലാലെ അവിടത്തെ ഫضലാൽ ഞാൻ ചോദിച്ചാൽ തീരില്ല. അമ്പെ ഇരുട്ടന്റെ കൽബ് തഹൂറാക്കാൻ വേറെ വഴിയില്ല. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. തൊട്ടിപ്പാലം മക്കാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. നീട്ടാം ഞാൻ കൈകളോ, നീട്ടാം ഞാൻ കൈകളോ, കണ്ണീരാൾ തേടണ തേട്ടം നീ കേട്ടിടണേ. എന്നിലെ നൊമ്പരം കേട്ടുടൻ എന്നില് സാന്ത്വനമേകിടണേ. ആ സാന്ത്വനമേകിടണേ. തൊട്ടിപ്പാലം മക്കാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. ഈ മഹത്തായ നാടിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹലിന്റെ പ്രിയങ്കരനായ ഖതീബ് പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുള്ള ഫൈദി വളാഞ്ചേരി ഉസ്താദ് അവർകളെ, നമ്മുടെ ഈ നാടിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ മഹലിന്റെ പ്രിയങ്കരനായ നായകൻ പ്രിയപ്പെട്ട സയ്യിദ് വീട്ടി കുഞ്ഞിക്കോയത്തങ്ങൾ അവർകളെ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഉറൂസ് കമ്മിറ്റിയുടെ ട്രഷറർ ഹംസുഹാജി സാഹിബ്, വർക്കിംഗ് സെക്രട്ടറി സയ്യിദ് സാഹിബ്, പ്രിയപ്പെട്ട ഹാഷിം ഉസ്താദ്, മുഹമ്മദ് ജീലാനി അസ്അദി ഉസ്താദ്, പി എൻ അഷ്റഫ് സാഹിബ്, സി അബ്ബാസ് സാഹിബ്, എ ഹംസ സാഹിബ്, കെ പരി ഹാജി സാഹിബ്, ബി ഫിറോസ് സാഹിബ്, കെ മുസ്തഫ സാഹിബ്, പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, നമ്മുടെ നാടിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങളിലൊന്നും നേതൃത്വം നൽകുന്ന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, ഖജാൻജി, മറ്റു എക്സിക്യൂട്ടീവ് മെമ്പർമാർ, നമ്മുടെ ഉറൂസ് മുബാറക്കിന്റെ സ്വാഗത സംഘത്തിന്റെ പ്രിയങ്കരായ നേതാക്കൾ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കൾ, പ്രൗഢമായ ഈ സദസ്സിന്റെ ഉദ്ഘാടന ഭാഷണം നടത്തിയ ഹാഫിൽ മുഹമ്മദ് അഹ്സനി ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സർവലോക രക്ഷിതാവിന്റെ പ്രീതി കാംക്ഷിച്ച സജ്ജരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മബംഗന്മാരെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, നാടിന്റെയും ദീനിന്റെയും കാവലാളികളായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന സൽപ്രവർത്തനമായി സ്വീകരിക്കട്ടെ. നമ്മുടെ കൂടെ ജീവിച്ച് നമ്മെ വിട്ട് വിട പറഞ്ഞ പരലോക യാത്രയിൽ നീങ്ങിയ പലരുമുണ്ട്. തൊട്ടടുത്ത ഖബർസ്ഥാനിൽ അവരൊക്കെ കിടപ്പുണ്ട്. പടച്ചവനെ നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ കൂടെ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയ മഹല്ലിന്റെ പൂർവ്വസൂരികളായ നേതാക്കൾ, അവരൊക്കെ നമ്മെ വിട്ട് വിട പറഞ്ഞ ഖബറിൽ കഴിയുമ്പോൾ ഈ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ അവരെ ഓർത്ത് നമുക്ക് ദുആ ചെയ്യണം. പടച്ചവനെ, നീ അവർക്കൊക്കെ സ്വർഗ്ഗഭവനം പകരം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദ്, നീ അവിടത്തിന്റെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ദർസിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. അവിടുന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച് വർക്ക് ആരംഭിച്ച അൽ മജ്ദിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. സഹകരിച്ചവർ, സഹായിച്ചവർ, അവരെ സഹായിക്കണേ അല്ലാഹ്. മഹാനായ ശൈഖുനാ മൂരിയാട് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. പൊരുത്തമുള്ള മജ്ലിസാക്കി ഇതിനെ മാറ്റണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് നൽകിയത് വലിയ സൗഭാഗ്യമാണ്. പടച്ച റബ്ബ് നമുക്ക് ഈ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ വന്നിരിക്കുവാനുള്ള ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമ്മെപ്പോലെ ഒരുപാട് നന്മകൾക്ക് സജ്ജരാവേണ്ട പലരും പല രോഗങ്ങൾ കാരണത്താൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. അപകടത്തിൽപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വേദന കടിച്ചമർത്തി ഹോസ്പിറ്റലുകളുടെ മുറികളിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. പടച്ചവൻ അവർക്കൊക്കെ പരിപൂർണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നാടിനെയും നമ്മെയും അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകമായ ഈ നശ്വര ജീവിതത്തിൽ നാം താമസിച്ച് നമുക്ക് അല്ലാഹു നൽകിയ ആയുസ് നമ്മിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല പരീക്ഷണങ്ങളും നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളെ അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ നിൽക്കുന്നവരാരാണോ അവർക്ക് വിജയം ഉറപ്പാണ് എന്നും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മനോഹരമായ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിലേക്ക് നമ്മളൊക്കെ കയറി വന്നത് വളരെയേറെ പ്രതീക്ഷയോടുകൂടെയാണ്. ഉറൂസ് മുബാറക്കിന്റെ സദസ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം, താഴ്ഭാഗത്ത് നിന്ന് ഈ മുകളിലേക്കുള്ള റോഡുകൾ ഇങ്ങനെ നടന്ന് നാം ഇങ്ങനെ മുകളിൽ നടന്നു വരുമ്പോ നാം ആരും മനസ്സിൽ ഇത് കയറാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി താഴെ നിന്നില്ല. നമ്മളെല്ലാവരും എത്ര കയറ്റമാണെങ്കിലും അത് കയറി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ് ഈ പാരം പോലെ പരന്നു കിടക്കുന്ന ഈ മഹനീയമായ സദസ്സിലുള്ള മുഴുവൻ മുത്തുമുഅ്മിനീങ്ങളും. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ഈമാനികമായ ചൈതന്യമുണ്ട്. മഹാന്മാരുമായിട്ടുള്ള ഹൃദയബന്ധം നമുക്കുണ്ടായപ്പോ വലിയ വലിയ കയറ്റങ്ങൾ നമുക്കത് പ്രശ്നമായി തോന്നിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസങ്ങളുടെ കൂടെ ആ പ്രയാസങ്ങൾക്ക് പിറകെ ഒരു എളുപ്പമുണ്ടാകുമെന്ന പുണ്യവചനം അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. താഴ്ഭാഗത്ത് നിന്ന് നാം ഇങ്ങനെ കുന്നുകയറി ഇവിടെ എത്തിയപ്പോ ഒരുപക്ഷേ ശ്വാസ തടസ്സത്തിന്റെ കാരണമുള്ള പലരും ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ കയറ്റം കയറിയിട്ട് മഹാനായ സയ്യിദവർഗളുടെ ദർഗയുടെ ചാരത്തെത്തിയിട്ട് ദുആ ചെയ്താൽ എന്റെ ക്ഷീണങ്ങൾക്കൊരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ വന്ന ധാരാളം ആളുകളുണ്ട്. മഖാമിൽ വന്ന് ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ സിറാജുദ്ദീൻ ബാഖവി എന്ന പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞു. കയ്യിൽ ഒരു ഇഞ്ചക്ഷന്റെ ഒരു അടയാളം കണ്ടു. ചോദിച്ചു, എന്തേ പ്രശ്നം? പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ശ്വാസ തടസ്സത്തിന്റെ കാരണം കൊണ്ടെന്ന്. ആ പ്രിയ കൂട്ടുകാരനടക്കം ഈ വലിയ കുന്നു കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഈ മജ്‌ലിസിലിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങളുടെ രോഗങ്ങൾ മാറുമെന്ന്, ഇവിടെ വന്നാൽ ഞങ്ങളുടെ ക്ഷീണങ്ങൾക്ക് അറുതി വരുമെന്ന്. മഹാന്മാരുമായിട്ട് ഹൃദയബന്ധം പുലർത്തുന്നവരെ റബ്ബ് എവിടെയും കൊടുക്കുകയില്ല. കഴിഞ്ഞ വർഷത്തെ ഉറൂസ് മുബാറക്കിൽ നമ്മുടെ മനസ്സിനകത്ത് വെച്ച പല ഹലാലായ മുറാദുകളും പടച്ചവൻ നമുക്ക് സാധിപ്പിച്ചു തന്നില്ലേ? നമ്മെപ്പോലെ ഇതുപോലെയുള്ള സദസ്സുകൾ ലാക്കാക്കേണ്ട, ഒരുമിച്ച് കൂടേണ്ട പലരും പടച്ചവന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് വിട പറഞ്ഞു പോയവരില്ലേ? വയനാടിന്റെ മണ്ണിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോ ചൂരൽ മലയും മറ്റുള്ള ഓരോ മലകളുടെയും മെടകളിലൂടെ കുത്തിയൊടുകി
വന്ന മണലിലൂടെ, ആ പുഴയിലൂടെ, ആ അരുവിയിലൂടെ ആ ഒരു വലിയ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളെ നമ്മൾ ഓർത്തു നോക്കുമ്പോ എത്രയോ മക്കൾ, ബാപ്പ നഷ്ടപ്പെട്ടവര്, ഉമ്മ നഷ്ടപ്പെട്ടവര്, മക്കൾ നഷ്ടപ്പെട്ടവര്, ഭർത്താവ് വിട പറഞ്ഞവര്, ഭാര്യ വിട പറഞ്ഞവര്, ആരുമില്ലാതെ തനിച്ചായ പലരുമുണ്ട്. പടച്ചവന്റെ പരീക്ഷണം അവരിലേക്ക് വന്നപ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട പടപ്പുകളിൽ നിന്ന് പടച്ചവൻ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുത്തിട്ട് പരലോകത്തേക്ക് സ്വർഗത്തിന്റെ ഭവനം പണിത് വെച്ചിട്ടാണ് അവരെ അല്ലാഹു വിളിച്ചത്. എന്നാൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവരെ ഒരപകടവും നമുക്ക് വരരുത്, ദുരന്തം വരരുത്, പെട്ടെന്നുള്ള മരണം വരരുത്, നമ്മുടെ ബാധ്യതകളൊക്കെ നിറവേറണം, എന്നിട്ട് മതി നമ്മുടെ മരണമെന്ന് നമ്മൾ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നവരാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന പരീക്ഷണങ്ങള് പലതും നമ്മുടെ ഇടയിൽ നടക്കുമ്പോ ഒരു ഭാഗത്ത് പകർച്ചവ്യാധി പനി, പകർച്ചപ്പനി ഇങ്ങനെ പടരുകയാണ്, മറ്റൊരു ഭാഗത്ത് മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസം കൊണ്ട് പരീക്ഷണം നേരിടുകയാണ്, മറ്റൊരു ഭാഗത്ത് പല പേരുകളിലും ഡെങ്കിപ്പനി പോലെയുള്ള പേരുകളിൽ പല പനികളും വരികയാണ്, വേറൊരു ഭാഗത്ത് കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച എന്തായിരുന്നു? കടലിന്റെ ഓരങ്ങൾ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കടലങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ആ കരയിൽ നിൽക്കുന്ന ആളുകൾ കടലിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാണ്. ആ ഭാഗത്ത് ഇപ്പോഴും തിരമാല കരയിലേക്ക് അടിച്ച് വീശുന്നില്ല. അവിടെ നിന്ന് കരയിൽ നിന്ന് കടലങ്ങ് ഇറങ്ങിയിട്ട് ചളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോഴും കോഴിക്കോടുള്ള ബീച്ച് അവിടെ നിലനിൽക്കുമ്പോ പലരും അത്ഭുതത്തോടെ ചോദിക്കുന്ന എന്താണ് കാണുന്നത്? തൊട്ടപ്പുറത്ത് അങ്ങകലെ നിന്ന് ആഞ്ഞു വലിഞ്ഞടിച്ചു വരുന്ന തിരമാലകൾ കരയിലിങ്ങനെ ഉമ്മ വെച്ചങ്ങ് താഴെ ഇറങ്ങുമ്പോ കടലിറങ്ങിയ സ്ഥലത്ത് ദൂരെ നിന്ന് തിരമാല ഇങ്ങടുത്തേക്ക് അടിച്ചു വരാത്തൊരവസ്ഥയിലേക്ക് മാറാണ്. ഒരു ശാന്തമായതുപോലെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. അവർക്കിപ്പോഴും ഭയമുണ്ട്, ഞങ്ങളെങ്ങാനും ആ താഴ്ഭാഗത്ത് കടലിറങ്ങിയ ഏരിയയിൽ ഇറങ്ങിയിട്ട് അവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴെങ്ങാനും ഇറങ്ങിയ കടലിങ്ങ് തിരിച്ചു വന്നാൽ തിരമാല കണക്ക് ഉയർന്നു വന്ന് വരുന്ന കടല് അത് ഞങ്ങളെ നക്കിത്തുടച്ചിട്ട് കടലിന്റെ ആടികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന ഭയമുണ്ട്. പല പരീക്ഷണങ്ങളും നമ്മുടെ മുന്നിൽ നാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇടയിലേക്ക് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് പടച്ചവന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് പാശ്ചാത്തപിച്ചിട്ട് നമ്മൾ മടങ്ങണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. പല പരീക്ഷണങ്ങളും ഇവിടെ വരുമ്പോ ഭൗതിക ലോകം അതിന്റെ കാരണം അന്വേഷിച്ച് പോവുകയാണ്. കൊറോണ വന്നപ്പോ, കത്രീന വന്നപ്പോ, സുനാമി വന്നപ്പോ, പല പ്രളയങ്ങളും വന്നപ്പോ, ജലപ്രളയങ്ങൾ കടന്നു വന്നിട്ട് പുഴകളിൽ നിന്ന് വെള്ളം കയറിയിട്ട് തൊട്ടിപ്പാലം എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലേക്ക്, നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പല ഭാഗങ്ങളിലേക്ക് വെള്ളം നീങ്ങിയ രംഗം നമ്മൾ മറന്നില്ലല്ലോ. തൊട്ടടുത്ത പല നാടുകളിൽ, നമ്മുടെ ജില്ലയുടെ പലയിടങ്ങളില് പുഴകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ട് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദിവസങ്ങളോളം കഴിഞ്ഞില്ലേ. പല ടൗണുകളിലുള്ള കച്ചവടത്തിന്റെ ബിൽഡിങ്ങുകൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭൗതിക ലോകം കാരണം തേടുകയാണ്. എങ്ങനെയാണ്, എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് അന്വേഷിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താക്കീത് കാരനായിട്ട് പടച്ച റബ്ബ് നൽകിയ ഒരുപാട് പരീക്ഷണങ്ങളാണത്. നമുക്ക് മഹാനായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം കാര്യങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അറിയണോ പ്രിയപ്പെട്ടവരെ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളുകള്, മൊബൈൽ കണ്ടുപിടിച്ച ആളുകള് അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും പറയാൻ കഴിയില്ല അടുത്ത നിമിഷം ഇനി ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന്.
ഓരോ ഘട്ടങ്ങളിലും മനുഷ്യർ പല കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പല വിധത്തിലുള്ള ബലഹീനതകളും മനുഷ്യരിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒരുവനാണ്. അത് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവാണ്. പടച്ച റബ്ബാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് മുഴുവനും അല്ലാഹുവിന്റെ സമക്ഷത്തിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ള കാര്യങ്ങൾ പടച്ച റബ്ബ് അറിയുന്നവനാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇല കൊടിഞ്ഞ് താഴെ വീഴുന്നുണ്ടെങ്കിൽ ആ കൊടിഞ്ഞ് വീഴുന്ന ഇലകൾ വീഴുന്നത് പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ ക്ലിപ്തമാണ്. അത്രമേലെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന റബ്ബുണ്ടല്ലോ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇരുട്ടുള്ള സമയത്ത് ഭൂമിയുടെ അന്ധകാരത്തിൽ കിടക്കുന്ന വിത്തുകളെ കുറിച്ചിട്ട്, ഭൂമിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന വിത്തുകളുണ്ടല്ലോ, ആ വിത്തുകളെ കുറിച്ചുള്ള അറിവ് പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ സമക്ഷമാണ്. പടച്ചവന്റെ മുന്നിൽ ക്ലിപ്തമായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോ ഘട്ടങ്ങളിലും പല കാര്യങ്ങൾ തന്ന് പരീക്ഷിക്കുന്നതാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ പതറാതെ പടച്ചവനിൽ തവക്കുലാക്കിയിട്ട് അവനിലേക്ക് അടുക്കാനാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ കടിക്കുന്ന ഭക്ഷണം അത് ഹലാലാവണോ? നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ഹലാലാവണോ? നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തും ഹലാലാവണോ? നമ്മളുടെ ഓരോ ഇടപെടലുകളും ഹലാലായ മാർഗങ്ങളിലൂടെയാവണോ? അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ട മഹാനുണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങള് അവരൊരു തോട്ടത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു. അതൊരു രാജാവിന്റെ തോട്ടമാണ്. രാജാവിന് ധാരാളം തോട്ടങ്ങളുണ്ട്. മുന്തിരിത്തോട്ടങ്ങളുണ്ട്, മറ്റു പല തോട്ടങ്ങളുമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങള് ഒരു മുന്തിരിയുടെ തോട്ടത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുമ്പോ ഒരു ദിവസം രാജാവ് പ്രഭാതത്തിൽ ഇറങ്ങുകയാണ്. രാജാവിന്റെ എല്ലാ തോട്ടങ്ങളും ഒന്ന് നോക്കിക്കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം ഒരു ഉച്ച സമയത്തോടടുത്തപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ കാവൽ നിൽക്കുന്ന തോട്ടത്തിന്റെ അരികിലെത്തി. അവിടെ എത്തിയപാട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ അവിടെ നിന്ന് രാജാവിന് ഇരിക്കാനുള്ള വിരിപ്പ് അവിടെ വിരിച്ചു വെച്ചു. രാജാവ് വന്നവിടെ ഇരുന്നപ്പോ രാജാവ് പറയാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട്, നിങ്ങൾ ഈ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് ഒരു കുല മുന്തിരി നിങ്ങൾ കൊണ്ടുവരണോ? അതെനിക്ക് കടിക്കണോ? എന്റെ ദാഹം ശമിപ്പിക്കണോ? ആ മുന്തിരി കൊല എടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന മുന്തിരികളിൽ നിന്നുള്ള ഒരു കുല പറിച്ചെടുത്തുകൊണ്ട് വന്നു രാജാവിന്റെ മുന്നിൽ കടിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തു. രാജാവ് അതങ്ങെടുക്കുന്നു, അത് കടിച്ചു തുടങ്ങുന്നു. വലിയ ചവർപ്പും പുളിയുമുള്ള മുന്തിരിയായിട്ടാണ് രാജാവിന് അനുഭവപ്പെട്ടത്. അതിൽ മധുരമുള്ള ഒരൊറ്റ മുന്തിരി പോലും രാജാവിന് ലഭിച്ചില്ല. രാജാവ് പറയാണ്, വളരെ ചവർപ്പുള്ള മുന്തിരിയാണല്ലോ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വീണ്ടും മടക്കി അയക്കുകയാണ്. വീണ്ടും പറിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അതും ഇതേപോലെ തന്നെയാണ്. മൂന്നാമതും തിരിച്ചയച്ചു. ഇതേപോലെ പറിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അതും ഇതേ രുചി തന്നെയാ. രാജാവിന് കോപം വന്നു. വളരെ ദേഷ്യത്തോടെ രാജാവ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെന്ന പടച്ചവനെ പേടിച്ചിട്ട് ജീവിക്കുന്ന അടിമയുണ്ടല്ലോ, ആ മഹാനുഭാവനോട് പറയുകയാണ്, എത്ര ദിവസമായി നിങ്ങള് എന്റെ തോട്ടത്തിന് എത്ര വർഷമായി കാവൽ നിൽക്കുന്നത്? ഇന്നേ വരെ ഈ തോട്ടത്തിൽ പഴുത്ത് പാകമായ മുന്തിരിക്കുല എവിടെയെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടില്ലേ? അപ്പോഴാണ് പറയുന്നത്, രാജാവേ, നിങ്ങൾ
ഇവിടെ എന്നെ ഈ തോട്ടത്തിന് കാവൽ നിർത്തിയിട്ട് 10 വർഷമായി. എന്നാൽ ഈ 10 വർഷത്തിനിടയില് ഇന്നേ വരെ ഈ മുന്തിരിക്കുലയിൽ നിന്ന്, ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നൊരു മുന്തിരി പോലും ഞാൻ എടുത്ത് ഭക്ഷിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുമ്പോ എന്നോട് പറഞ്ഞത് ഈ തോട്ടം നോക്കി നടത്താൻ വേണ്ടി മാത്രമാണ് സമ്മതം തന്നത്. ഇതിലുള്ള മുന്തിരി എടുത്ത് കടിക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതം തന്നിട്ടില്ല. നിങ്ങൾ സമ്മതം തരാത്ത നിങ്ങളുടെ മുതലിൽ നിന്ന് ഞാനെങ്ങാനും ഒരണുമണിത്തൂക്കം എടുത്തെന്റെ വയറ്റിലേക്ക് കൊണ്ടുവിട്ടാൽ ഞാൻ ഉയർത്തുന്ന കരങ്ങളിലുള്ള പ്രാർത്ഥന എന്റെ റബ്ബ് സ്വീകരിക്കില്ലല്ലോ. ഞാൻ ചെയ്യുന്ന അമലുകൾ എന്റെ റബ്ബ് തട്ടിക്കളയുമല്ലോ. എന്റെ ജീവിതത്തിലുള്ള ഒരുപാട് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടാതെ പോകുമല്ലോ. അതുകൊണ്ട് ഇന്നേ വരെ നിങ്ങളുടെ മുന്തിരിക്കുലയിൽ നിന്നുള്ള ഒരു മുന്തിരി പോലും എടുത്ത് ഞാൻ ഭക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ രുചി എന്തെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതത്തോടെ ഓർക്കണേ, നാം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാം ഏതെങ്കിലും തോട്ടങ്ങളിൽ നമ്മെ പാറാവുകാരാക്കിയിട്ട് നിയമിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കൊട്ട മുന്തിരി നമ്മുടെ നാട്ടിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും കടത്തിവിട്ടിട്ടുണ്ടാകോ? നമ്മളങ്ങനെ കടത്തിവിടുമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുമല്ലോ. ഒരുപാട് മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോ അല്പം എനിക്ക് എന്റെ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക്, നാട്ടിലേക്ക്, കൂട്ടുകാരിലേക്ക് കൊടുത്തയക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അവിടെ ഭയപ്പെട്ടതാരെയാണ്? ലില്ലാഹി തഖ്ദീറു വഫൗക തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. എന്റെ കണക്കുകൾക്ക് മുകളിൽ കണക്ക് കൂട്ടുന്ന യജമാനനായ റബ്ബിന്റെ കണക്കുകളുണ്ട്. ഞാൻ നിയന്ത്രിക്കുന്ന നിയന്ത്രണത്തിന്റെ മുകളില് യജമാനനായ റബ്ബിന്റെ നിയന്ത്രണമുണ്ട്. ഈ തോട്ടത്തിന്റെ കാവൽക്കാരനായിട്ട് രാജാവിനെ നിയമിച്ചപ്പോ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ കണ്ണോടിച്ചിട്ട് ഇതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വേണ്ടുന്നവർക്കും നല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഞാനിവിടെ സൂക്ഷ്മശാലിയായി നിൽക്കുമ്പോ എന്റെ മുതലാളിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നെന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതെന്റെ റബ്ബിന് ഇഷ്ടമല്ലെന്ന് കരുതിയിട്ട് ഞാനൊരു മുന്തിരി പോലും കടിച്ചില്ലെന്ന് പറഞ്ഞപ്പോ രാജാവ് അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, എനിക്കൊരു മകളുണ്ട്. ആ മകൾക്കൊരു വരനെ തേടി ഞാൻ നടക്കുകയാണ്. ആ മകൾക്ക് കിട്ടുന്ന വരൻ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന വരനാവണമെന്ന പൂതിയുണ്ട്. പടച്ചവന്റെ മുന്നിൽ പടപ്പുകളിൽ നിന്ന് പടച്ചവനിലേക്ക് അടുത്ത് ജീവിക്കുന്നവനായിരിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിനി മറ്റൊരു വരനെ എന്റെ മകൾക്ക് തേടുന്നില്ല. നിങ്ങളെ ഞാൻ എന്റെ മകൾക്ക് പുതുമണവാളനായിട്ട് തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ മകൾക്ക് പുതുമണവാളനായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരെ നിയമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനുഭാവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്താണ്? കൂനൂ മഅസ്സാദിഖീൻ. സത്യസന്ധരായ ആളുകളുടെ കൂടെയാണ് നിങ്ങളാവേണ്ടതെന്ന വാക്യമാണ്. കാരണം പടച്ച റബ്ബ് തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ചെയ്ത നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരായിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ധാരാളം നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന നിഅമത്തുകൾക്ക് നന്ദി സൂചകമായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പടച്ചവന് വേണ്ടി നമ്മൾ സമർപ്പിക്കണോ? ഇടമുറിയാതെ ഖൽബ് കൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണോ? കാരണം റബ്ബ് നമുക്ക് തരുന്ന നിഅമത്തിനെ എടുത്തു കളയാൻ അവന് സെക്കൻഡുകൾ മതി. നമുക്ക് നല്ല വീടുണ്ടല്ലോ, നമുക്ക് നല്ല വാഹനമുണ്ടല്ലോ, നമുക്ക് നല്ല സ്ഥാപനങ്ങളുണ്ടല്ലോ, നമുക്ക് നല്ല നാടുണ്ടല്ലോ, നമുക്ക് തോട്ടങ്ങളുണ്ടല്ലോ, കൃഷിയിടങ്ങളുണ്ടല്ലോ, സഞ്ചരിക്കുവാനുള്ള മനോഹരമായ റോഡുകളുണ്ടല്ലോ, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട റബ്ബുണ്ടല്ലോ. ആ റബ്ബിന് സെക്കൻഡ് മതി ഞങ്ങളുടെ റോഡുകൾ തുളച്ചു കൊണ്ടുപോകാൻ, ഞങ്ങളുടെ വീടുകൾ എടുത്തുകൊണ്ട് പോകാൻ റബ്ബിന് സെക്കൻഡ് മതിയല്ലോ. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹാ വഹും യൽഅബൂൻ.
നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ കുളിച്ചൊരുങ്ങുമ്പോ, നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോ, നിങ്ങൾ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളുമൊക്കെ വീടിന്റെ പുറഭാഗത്ത് നിന്ന് സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോ, ആ സമയത്ത് റബ്ബിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? അല്ലാഹു തആല നമ്മെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് പറയാണ്, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യുബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മുകളിൽ നിന്ന് ശിക്ഷ തരാൻ കഴിവുള്ളവനാണ്. മുകളിൽ നിന്ന് ശിക്ഷ തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുപോലെ താഴ്ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്നും ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് വ്യക്തമായിട്ട് റബ്ബ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന അനുഗ്രഹങ്ങള്, അതിന്റെ നന്ദി സൂചകമായിട്ട് റബ്ബിന് നമ്മളെ ധാരാളം നിഅമത്തുകൾ നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട്. അതിന്റെ നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണോ? പടച്ചവനെ, നീ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ജീവിച്ചു പോയ മഹത്തുക്കളാണ് വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തിയത്. തൊട്ടിപ്പാലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് അവർകളുണ്ടല്ലോ, മഹാനായ സയ്യിദ് അവർകളുടെ ഉറൂസ് മുബാറക് ഇവിടെ വർഷം തോറും നടന്നു വരുമ്പോ, മഹാനുഭാവന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ചെയ്ത ധാരാളം നന്മകളുണ്ട്. ആ നന്മ കണ്ടറിഞ്ഞവർ ഈ സദസ്സിലുണ്ടല്ലോ, മഹാനുഭാവനെ നേരിട്ട് കണ്ട് അനുഭവിച്ചവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ പൂർവ്വസൂരികളിൽപ്പെട്ട പലരും മഹാനുഭാവന്റെ ജീവിതം കണ്ട് മനസ്സിലാക്കിയവരുണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സർവവും സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിവെച്ച മഹാനായിരുന്നല്ലോ. അവരെ കുറിച്ച് ഇന്നും നമ്മൾ വാഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്? ഓരോ സെക്കൻഡിലും അവരുടെ മനസ്സിലുള്ള ചിന്ത അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ തന്ന നിഅമത്തിന് ഞാനിതാ നന്ദി പറയുന്നു എന്നാണ്. ലഇമ്മാത ഖൗമും ബഅദ ഇൽമിൻ വഹിക്മതി ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റുമായി വരുന്നുണ്ട്. ബക്കറ്റ് ചെറുതാണെന്ന് നോക്കണ്ട കേട്ടോ, ഇതിലിടുന്നത് വലുതായ മതി. അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു നവംബർ 8, നവംബർ ഇപ്പോൾ വരാൻ പോവാണ്. ഒരു നവംബർ 8 നമ്മൾ മറന്നിട്ടില്ലല്ലോ. നോട്ട് നിരോധനത്തിന്റെ ആ ദിവസം നമ്മൾ മറന്നിട്ടില്ല. അന്നത്തെ വൈകുന്നേരം വരെ 2000 രൂപ ഉള്ള വീട്ടിൽ ചെന്നിട്ട് ഒരു 2000 രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പം എന്തേലോ 2000. എന്നാൽ ഈ നോട്ട് നിരോധിച്ച് 3-ാമത്തെ ദിവസം പിരിവിനുമായ ആളോട് തന്നെ അന്ന് 2000-ന്റെ കെട്ടുകൊണ്ടാണ്ട് ഇതെഴുന്ന മോനെ മാറിക്കിട്ടാൻ ചോദിക്കാൻ. പടച്ചറബിനെല്ലാം സെക്കൻഡുകൾ മതി. നമ്മുടെ സമ്പത്തിലും സമ്പാദ്യത്തിലും തൊഴിലിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കുറവുകൾ വരുത്താൻ പടച്ചവനെ ഒരിക്കലും നമുക്ക് തകർച്ച തരരുത് റബ്ബേ. നീ നമ്മുടെ സമ്പത്തിലും സമ്പാദ്യത്തിലും വർധനവ് നൽകണേ അല്ലാഹ്. ഇവിടെ ബക്കറ്റുമായിട്ട് സംഘാടകർ സദസ്സിലേക്ക് പോകുമ്പോ ധർമ്മം ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഏറ്റെടുക്കണമല്ലോ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. ഗൾഫ് നാടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ലൈവായിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസികളുണ്ട്. ആ പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മഹാന്മാരിവിടെ ജീവിച്ചു പോയത് ഒരാളിവിടെ ജീവിക്കുന്ന സമയത്ത് അവന് അറിവുണ്ട്, കൂടെ അമലുമുണ്ട്. ആ വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നീങ്ങിയവരാണെങ്കിൽ ഒരിക്കലും അവരെ കുറിച്ചുള്ള വർത്തമാനങ്ങള് ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. ജനങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നന്ദിയുള്ള അടിമകളായിട്ടാണ് നമ്മൾ മാറേണ്ടത്. പടച്ചവന് നന്ദി ചെയ്യുന്നവരിൽ മനുഷ്യന്മാര് ഏറെ കുറവാണത്രേ. ഖുർആൻ
ഖുർആൻ തന്നെ പറയാണ്, ഇവിടെ ഒരുപാട് ജീവികളെ അല്ലാഹു പടച്ചിട്ടുണ്ട്. സൂര്യനെ പടച്ചു, സൃഷ്ടികളെ പടച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഗാലക്സികൾ, അതുപോലെ ഒരുപാട് വസ്തുക്കൾ ആകാശത്തും മണ്ണിലും വിണ്ണിലും പടച്ച റബ്ബ് പടച്ചു വെച്ചിട്ടുണ്ട്. അത് മുഴുവനും പടച്ച റബ്ബിന് നന്ദി സൂചകമായിട്ട് ആ നന്ദി അവർ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഖുർആൻ പറയാണ്. പക്ഷേ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് റബ്ബിന്റെ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന വചനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. അല്ലാഹു തആല പറയാണ്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. വാനലോകത്തുള്ളവര്, ഭൂമിലോകത്തുള്ളവര് എല്ലാവരും പടച്ച റബ്ബിന് സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന് നന്ദിയായിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട്, പടച്ചവന് ശുക്ർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വശംസു, സൂര്യൻ റബ്ബിന് സാഷ്ടാംഗം ചെയ്യുന്നു, വൽ ഖമറു, ചന്ദ്രനും വന്നുജൂം, നക്ഷത്രങ്ങളും പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്നുണ്ട്. വൽ ജിബാൽ, പർവ്വതങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. വശജറു, മരങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. വൃക്ഷങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. വദ്ദവാബ്, മൃഗങ്ങൾ റബ്ബിന് ശുക്ർ ചെയ്യുന്നുണ്ട്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോ ആ മരുഭൂമിയിൽ ഒരുപാട് നമ്മൾ കാണുന്നതാണ് ഒട്ടകങ്ങള്. ആ ഒട്ടകങ്ങൾ റബ്ബിന് ശുക്ർ ചെയ്യുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരുഭൂമിയിൽ മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന വേളയില് മഴയില്ലാതെ, മഴ കിട്ടാതെ, വെള്ളം കിട്ടാതെ മരുഭൂമിയിലൂടെ ചൂട് സഹിക്കാൻ കഴിയാതെ അവർ കുടിച്ച, അവർ സൂക്ഷിച്ചു വെച്ച ആ വെള്ളം അവരിങ്ങനെ ദിവസങ്ങളോളം അവരുടെ ആ ഒരു പൂജയിലുള്ള, അല്ലെങ്കിൽ ആ പൂഞ്ഞയിലുള്ള അവർ സൂക്ഷിച്ചു വെച്ച വെള്ളം അവരിങ്ങനെ ശേഖരിച്ചിട്ട് അതുമായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ അവർ കഴിയുമ്പോ പടച്ച റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് മഴയെങ്ങാനും അവർക്കങ്ങ് വർഷിച്ചു കിട്ടിയാൽ ഒട്ടകങ്ങൾ എന്താ ചെയ്യാറുള്ളതെന്നറിയോ? ഒട്ടകക്കൂട്ടങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂ. എന്നിട്ട് അതാ അതിന്റെ ശിരസിങ്ങനെ ഉയർത്തുന്നതാ, ഒട്ടകത്തിന്റെ ശിരസിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതാ, ഒട്ടകത്തിന്റെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതാ, അതിന്റെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ തുറന്നു വെക്കുന്നതാ, ആ ഒട്ടകത്തിന്റെ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകി വരുന്നതാ. ഒട്ടകമെന്തേ അവിടെ നിന്ന് ചെയ്യുന്നതെന്നറിയോ? പടച്ച റബ്ബിന്റെ നന്ദി സൂചകമായിട്ട് അൽഹംദുലില്ലാഹ് എന്നാശയം വരുന്ന വിധത്തിൽ റബ്ബിന്റെ നന്ദി പറയുകയാണ്. വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ വെള്ളം കിട്ടാതെ ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുമ്പോ ഞങ്ങൾക്ക് തന്ന നിന്റെ മഴയുണ്ടല്ലോ, ആ മഴക്ക് നന്ദിയായിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ശിരസ്സുയർത്തിയിട്ട്, കൺപോളകടം ഉയർത്തിയിട്ട് വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒട്ടകങ്ങളെ കാണാറുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയാണ്, വദ്ദവാബ്, മൃഗങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. ആടുകളുള്ളവർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ ആടുകളെ നമ്മൾ വളർത്താറുണ്ടല്ലോ, കോഴികളെ നമ്മൾ വളർത്താറുണ്ടല്ലോ. തഹജ്ജുദിന്റെ നേരത്തെല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മുടെ വീട്ടിലുള്ള കൂട്ടിൽ നിന്ന് കരയുന്നൊരു ജീവിയുണ്ട്, അത് കോഴിയാണ്. അത് തഹജ്ജുദിന്റെ നേരത്തിങ്ങനെ എഴുന്നേറ്റ് ചിറകടിച്ചിട്ട് അതിങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ലേ? അതെന്തിനാണ് കൂവുന്നതെന്നറിയോ? ആ പൂവൻ കൂടി എവിടെ നിന്ന് കൂവിക്കൊണ്ടിരിക്കുന്നത്, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകളുടെ സഞ്ചാരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ആടുകളുള്ള വീടുകളുണ്ടല്ലോ, ആ ആടുകൾ എന്താ ചെയ്യുക എന്നറിയോ? സുബ്ഹിയുടെ സമയം അടുത്തു വന്നു എന്ന് കാണുമ്പോ ആ ആടുകൾ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കോ, എന്നിട്ട് അതിന്റെ രണ്ട് ചെവി ഇങ്ങനെ അടിച്ച് ശബ്ദമുണ്ടാക്കോ. അതിന്റെ ചെവികൾ ഇങ്ങനെ അടിച്ചിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ആടുകൾ അവിടെ നിന്ന് റബ്ബിന് ശുക്ർ പറയാണ്.
പടച്ചവനെ, ഇന്നലെ രാത്രി ഞാൻ എന്റെ കൂട്ടിൽ വന്ന് കിടന്നപ്പോ എനിക്ക് നീ ഉറക്കം തന്നു. ഈ നിമിഷം എന്നെ നീ ഉണർത്തി. നിനക്കിതാ ഇന്നത്തെ പ്രഭാതം എന്നിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുമ്പോ നിനക്ക് നന്ദിയായിട്ട് ഞാനിതാ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആടുകളും കോഴികളും റബ്ബിനെ ശുക്ർ ചെയ്യുമ്പോ 2 മണിവരെ 3 മണിവരെ 3:30 മണിവരെ ഓൺലൈനിൽ ഉണ്ടായ മനുഷ്യരുണ്ടല്ലോ, അപ്പോഴേക്കും അവന്റെ ഓൺലൈൻ അവൻ ഓഫ്ലൈൻ ആക്കിയിട്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഉറങ്ങാണ്. പിന്നെ അവൻ എപ്പോഴാ എഴുന്നേൽക്കുന്നത്? സുബഹിയില്ല, രാവിലെ പ്രഭാതം പൊട്ടി വിടർന്ന് വെളിച്ചം വന്ന് ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന സമയമാകുമ്പോ അവൻ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഓടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമോ? അവന്റെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമോ? അവന്റെ സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകുമോ? സുബഹിയുടെ നേരത്തെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് ആ സുബഹി നിസ്കാരം അവർക്ക് കഴിയുന്ന സ്ഥലത്ത് വെച്ചവരങ്ങ് നിസ്കരിച്ചിട്ട് അവർക്ക് പാരായണം ചെയ്യാനുള്ളത് പാരായണം ചെയ്തിട്ട് റബ്ബിന് നന്ദി പറഞ്ഞിട്ട് പിന്നീട് അവൻ വിശ്രമിക്കുന്നൊരവസ്ഥയായാലും ആ നേരത്ത് പോലും പടച്ചവനെ ഓർക്കാനുള്ള മനസ്സ് കാണിക്കാത്തൊരവസ്ഥയായി കൂടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വൽ ജിബാൽ വശജറു വദ്ദവാബ്, മൃഗങ്ങളും അതുപോലെ മരങ്ങളും പർവ്വതങ്ങളും റബ്ബിന് നന്ദി പറയുന്നു. എല്ലാവരും എന്നാണ് അവിടെ പറഞ്ഞത്, കുറച്ച് മൃഗങ്ങളെന്നല്ല, എല്ലാ മൃഗങ്ങളും എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെ വീണ്ടും റബ്ബ് മനുഷ്യരെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കുറെ പേര് അല്ലാഹുക്ക് നന്ദി ചെയ്യുന്നുണ്ട്, സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് പലരും ശിക്ഷയ്ക്ക് വേണ്ടി വിധേയമാക്കപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപഭംഗുരമായ നമ്മുടെ ഹൃദയത്തിലെ പാപക്കറകളെ കഴുകിക്കളയുന്നവരായി നമ്മൾ മാറണോ? ഏത് നിമിഷത്തിലും നമ്മുടെ മുന്നിൽ മരണമെന്ന പ്രതിഭാസം വരുന്നതാണ്. എപ്പോഴാ നമ്മൾ മരണപ്പെടുകയെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലുള്ള കായലോട് എന്ന് പറയുന്ന പ്രദേശത്തെ സഫ്വാൻ എന്ന പേരുള്ള 23 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നിന്നും ഒരു വാഹനാപകടത്തിൽ വിട പറഞ്ഞു പോയപ്പോ ആ പൊന്നുമോനെ പ്രതീക്ഷയോടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് അയച്ച ബാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ, കുടുംബക്കാരുണ്ടല്ലോ. ആ പൊന്നുമോനിൽ സർവ്വ പ്രതീക്ഷകളും സമർപ്പിച്ചുകൊണ്ടാണ് ഖത്തറിലേക്ക് ആ പൊന്നുമോനെ അയച്ചത്. വാഹനവുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരപകടത്തിൽപ്പെട്ട പൊന്നുമോൻ അങ്ങ് വിട പറഞ്ഞപ്പോ ആ പൊന്നുമോനെ കൂട്ടുകാര് കരയാണ്, കുടുംബക്കാര് കരയാണ്, പ്രവാസ ലോകത്തുള്ള ബന്ധുക്കൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കൂടെ പഠിച്ചൊരു സുഹൃത്ത് എന്റെ മൊബൈലിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് വിട്ടിട്ട് പറയാണ്, ഉസ്താദേ ഞങ്ങളെ സഫ്വാന് മോനെ ദുആരക്കണോ, മറക്കരുത് ഉസ്താദേ, നല്ലൊരു മോനായിരുന്നു എന്ന്. ആ പൊന്നുമോന്റെ മരണ വാർത്ത അറിഞ്ഞ് നെട്ടിച്ചരിച്ച നാട്ടുകാര് ഇങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് സഡനായിട്ട് പെട്ടെന്ന് പലരുടെയും മരണ വാർത്തകൾ കേൾക്കുന്നത്. ആ പൊന്നുമോന്റെ ഖബർ നീ വെളിച്ചമാക്കണമല്ലോ, കുടുംബത്തിന് സമാധാനം കൊടുക്കണമല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും നമ്മുടെ പ്രവാസികളെയും കാക്കണേ അല്ലോ. പ്രത്യേകിച്ച് പ്രവാസികളെ നമ്മൾ മറക്കാൻ പാടില്ല. തൊട്ടിപ്പാലം എന്ന് പറയുന്ന നമ്മുടെ മഹല്ലുണ്ടല്ലോ, ഈ മഹല്ലിൽ തന്നെ ഒരുപാട് പ്രവാസികൾ ഗൾഫ് നാടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ എന്റെ പുഴക്കരയിലുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാര്, എന്റെ പുഴക്കര എന്ന എന്റെ നാട്ടുകാര് പലരും ഗൾഫിൽ നിന്ന് ഈ ലൈവ് കാണുന്നവരുണ്ടാകോ. അതുപോലെ തൊട്ടിപ്പാലം എന്ന ഈ മഹല്ലിലെ പലരും ഈ ലൈവ് കാണുന്നവരുണ്ടാകോ. അതുപോലെ ഗൾഫ് നാടുകളിലുള്ള ഞാൻ സേവനം ചെയ്ത മഹല്ലുകളിലെ ഒരുപാട് പ്രവാസികള് ഗൾഫ് നാടുകളിൽ നിന്ന് ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ വീടുകളിൽ നിന്ന് നാട്ടിലുള്ളവർ ലൈവ് കാണുന്നവരുണ്ട്. അങ്ങകലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങകലെ കാസർഗോഡ് നിന്ന് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രിയങ്കരനായ ഫാറൂഖ് സാഹിബ് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കാഫില എന്ന നാമമുള്ള ഈ ലൈവ് പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ പ്രവാസികളുടെ മനസ്സിനകത്ത് അവർ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. അവരിവിടുന്ന് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പം വലിയ പ്രതീക്ഷയിൽ
പോകുന്നവരാ. അവരവിടെ നിന്ന് അന്നമില്ലാതെ, അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ നേരമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതെ കുടുംബത്തിന് വേണ്ടി അവരിങ്ങനെ വിയർപ്പൊടുക്കിയിട്ട് ഓടുകയാണ്. ഒരു പക്ഷേ രാവിലെ അവർ കഴിക്കുന്ന ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് പിന്നെ അവർ രാത്രിയിൽ റൂമിലേക്ക് വന്നിട്ട്, റൂമിൽ വന്നതിന് ശേഷം ആ റൂമിനകത്തുള്ള കിച്ചണിലേക്ക് കടന്നു ചെന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് അവർ കഴിക്കുന്നത്. ഉച്ച സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അവരുടെ ഫോൺ കാൾ വരുമ്പോ അവരിങ്ങനെ ഫോൺ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കാണ്, പ്രിയ സഖിയേ ഭക്ഷണം കഴിച്ചോ, പൊന്നുമക്കളെ ഭക്ഷണം കഴിച്ചോ. അപ്പോഴാണ് മക്കളും ഭാര്യയും ഒക്കെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഉപ്പയാകുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് മന്തിയാണ്, ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ്, ഇന്ന് ഞങ്ങൾക്ക് മനോഹരമായ ഫുഡാണ്. അപ്പോഴാണ് തിരിച്ച് മക്കൾ ചോദിക്കുന്നത്, എന്റെ ഉപ്പച്ചി ഭക്ഷണം കഴിച്ചോ? കാണാതെ കണ്ണുനീരിങ്ങനെ തുടച്ചിട്ട് പറയാണ്, ഞാൻ കഴിച്ചു എന്റെ പൊന്നെ എന്ന് പറയുമ്പോ കഴിച്ചത് രാവിലെ 9, 8, 10 മണിക്ക് കഴിച്ചൊരു സാൻഡ്വിച്ച് ആവാം. അത് കഴിച്ചിട്ട് രാത്രി സമയം വരെ മറ്റൊരു ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാതെ വിയർപ്പ് നീരാക്കിയിട്ട് അധ്വാനിക്കുന്ന പ്രവാസിയുണ്ടല്ലോ. അവരെ നമ്മൾ ഒരിക്കലും എവിടെയും മറക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അമ്പലച്ചുംബികൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കലാലയങ്ങളും മസ്ജിദുകളും സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത്. ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ സമ്പത്ത് മാറ്റിവെച്ചത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മനോഹരമായ മക്കാമുണ്ടല്ലോ. ഈ മക്കാമിന്റെ പരിസരത്തല്ലേ ഒരുപാട് ആളുകൾ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഒരുപാട് ഖബറാളികളുണ്ടല്ലോ. അവരൊക്കെ ഞങ്ങളുടെ ഈ പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ നിന്ന് ആ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണല്ലോ. തൊട്ടിപ്പാലം എന്ന് പറയുന്ന പ്രദേശത്ത് പഴയ കാലങ്ങളിൽ വിരലിലെണ്ണാവുന്ന അല്പം വീടുകളാണെങ്കിൽ ഇന്ന് വീടുകൾ ഇങ്ങനെ കൂടി വരുമ്പോ ആളുകൾ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മുടെ പള്ളിയുടെ ചുറ്റതല്ലെങ്കിൽ മഖബറയുടെ ചുറ്റുഭാഗത്തുള്ള ഖബർസ്ഥാനി ഉണ്ടല്ലോ. ഈ ഖബർസ്ഥാനിയോട് ചേർന്നിട്ടുള്ള 1 ഏക്കറയും 48 49 സെന്റ് സ്ഥലമുണ്ടല്ലോ. അതുകൂടി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ യോഗം ചേർന്നിട്ട് ജനറൽ ബോഡിയിൽ നിന്ന് തീരുമാനമെടുത്തിട്ട് അത് വാങ്ങണമെന്ന തീരുമാനം വെച്ചിട്ട് ഒരല്പസംഖ്യ കൊടുത്തിട്ട് അഡ്വാൻസ് നൽകിയിട്ട് നമ്മളെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പൂർത്തിയാക്കണോ? ആ സംഖ്യകൾ മുഴുവനും കൊടുത്തു വീട്ടിയിട്ട് ആ സ്ഥലം മുഴുവനും നമുക്ക് മഹല്ലിന്റെ കീഴിലേക്ക് കൊണ്ടുവരണോ? അതിന് നമ്മുടെ സഹായങ്ങൾ ഉണ്ടാവണമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ അതിനൊക്കെ വേണ്ടി ഒരുപാട് സഹായിക്കുന്നവരാണ്. അവരിനിയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരാണ്. നാട്ടിലുള്ളവരും അതിന് വേണ്ടി സഹായിക്കുന്നവരാണ്. ഞാൻ എന്തിനാണ് ഈ രൂപത്തിൽ ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നതെന്നറിയോ? അത്രമേൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാസികളുണ്ടല്ലോ. അവര് വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ബാംഗ്ലൂരിലുള്ളവരുണ്ട്, മൈസൂരിലുള്ളവരുണ്ട്, അങ്ങകല ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലുള്ളവരുണ്ട്. ബോംബെയിൽ നിന്ന് വരെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവര് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഇന്ന് പ്രോഗ്രാം കാണും, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മരണമെന്ന പ്രതിഭാസം നമ്മുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ പടച്ചവനിലേക്ക് ഏറ്റുപറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കണോ? റബ്ബ് കാരുണ്യവാനാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോ തൊട്ടിപ്പാലത്തുള്ള മഹനീയമായ ഉറൂസ് മുബാറക്കിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഈ ഇരുത്തം മലക്കുകളതാ വലതുഭാഗത്തുള്ള മലക്ക് നമ്മുടെ ഏടിൽ എഴുതി വെക്കപ്പെട്ടു. ഇന്നാലിന്ന നാട്ടിൽ നിന്ന് ഇവിടെ വന്നവര്, പുഴക്കരയിൽ നിന്ന് ഇവിടത്തേക്ക് വന്ന കുന്നത്ത് ശിഹാബ് എന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്, ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ വന്ന് ഈ ഒരു സദസ്സിൽ വന്നിരുന്നപ്പോ ആ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരനായ ഇക്കയുടെ പേരെഴുതി വെച്ചു. ഈ സദസ്സിൽ വന്നിരുന്നു എന്ന നന്മ, അതുപോലെ ഇവിടെ വന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ നാമങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോ നമ്മളാരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഞാനോ നിങ്ങളോ വല്ല തെറ്റുകളും നമ്മളിൽ നിന്ന് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്നു പോയാൽ, അതാ ഇടത് ഭാഗത്തുള്ള മലക്കിങ്ങനെ എഴുതാനൊരുങ്ങുമ്പോ പടച്ച റബ്ബ് മലക്കിനെ വിളിച്ചിട്ട് പറയും, എഴുതല്ല. തൊട്ടിപ്പാലത്ത് നടക്കുന്ന മഹനീയമായ സദസ്സിൽ വന്നിരുന്നിട്ട് മനസ്സുരുകിയിട്ട് പാശ്ചാത്താപത്തിന്റെ കണ്ണുനീരൊടുക്കിയിട്ട്
എന്നിലേക്ക് അവൻ പാപം പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലോ, ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ അവന്റെ പാപം പൊറുക്കാൻ കാത്തിരിക്കുകയാണ്. അവൻ എന്നെ മറന്നിട്ട് ആ തെറ്റിൽ തന്നെ നിത്യമാവുകയാണെങ്കിലോ നിങ്ങൾ ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ആ മണിക്കൂറിനിടയിൽ അവൻ എന്നിലേക്ക് പടച്ചവനെ പടപ്പുകളിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അറിവില്ലായ്മ കൊണ്ട് എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റാണ്, അത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ വളരെ പ്രയാസം അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് എന്റെ അടിമ അടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അവൻ അടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റവിടെ കുറിച്ച് വെക്കരുത്. അവന്റെ പാപം ഞാൻ പൊറുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത്ര ദയയുള്ള റബ്ബിനെയല്ലേ ഞാനും നിങ്ങളും മറക്കുന്നത്. ഒരിക്കലും മറന്നു പോകരുത്. റബ്ബ് എത്രയാ നമുക്ക് നിഅമത്ത് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അല്ലാഹു തന്നെ ഖുർആനിൽ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് ഞാൻ തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ പിഞ്ഞാന്ന് 15-ാം തീയതി ഞാൻ പ്രഭാഷണത്തിന് പോയത് കാസർഗോഡ് ജില്ലയിലെ പള്ളിപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നപ്പോ അവിടുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്റെ അരികിലേക്ക് സ്റ്റേജിൽ കയറി വന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞ സങ്കടത്തിന്റെ വർത്തമാനം എന്തെന്നറിയോ? ഉസ്താദേ, ഇവിടെ 28-30 വയസ്സുള്ള 2 ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ കൂടെ ഓടിക്കളിച്ച മക്കളാണ്. നല്ല കാഴ്ച ശക്തിയുള്ള മക്കളായിരുന്നു. പക്ഷേ ആ 2 പേരുടെയും കണ്ണിന്റെ കാഴ്ച ശക്തി ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദൂരദിക്കിൽ നിന്ന് ദൂരത്തുള്ള ആളുകളെ കാണാൻ കഴിയില്ല. രാത്രിയായാൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തേ മോനെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ ആ കൂട്ടുകാരൻ സങ്കടത്തോട് പറയുന്നു, ഉസ്താദ് 2 പേരും ഷുഗർ രോഗിയാണ്. ആ രോഗം വന്നിട്ട് അവരുടെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ ദുരുമ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത വിഷമത്തിലാണ്. ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ എന്റെ തൊട്ടിപ്പാലത്തുള്ള പ്രിയപ്പെട്ടവര്, നിങ്ങളും ഞാനും ഓർക്കണം, നമുക്ക് തന്ന 2 കണ്ണുണ്ടല്ലോ. ഈ കണ്ണിന് ഈ നിമിഷം വരെ ഒരു തകരാറും റബ്ബ് തന്നിട്ടില്ലല്ലോ. റബ്ബ് നമുക്ക് തന്ന കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടത് കാണണോ, നോക്കേണ്ടത് നോക്കണോ. പറ്റാത്തത് നമ്മൾ നോക്കരുത്. കാണാൻ പറ്റാത്തതിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് പോകരുത്. ഈ കണ്ണുകൊണ്ട് കാണേണ്ടതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്ന 2 കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രസവ നേരത്ത് തന്നെ കാഴ്ചയില്ലാതെ പിറന്നു വീണ ഒരു കുഞ്ഞ്, ഏകദേശം ആ കുട്ടിക്ക് 17 വയസ്സ് പ്രായം കഴിഞ്ഞു, 18 അടുത്തു. ആ കുട്ടിയെ ഒരു ഇന്റർവ്യൂവിന്, ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യന് വേണ്ടി, അതല്ലെങ്കിലോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന വിധത്തില് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് കുട്ടിയോട് ഇങ്ങനെ ചോദ്യങ്ങൾ പലതും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചോദ്യകർത്താവ് ആ കുഞ്ഞിനോട് ചോദിക്കുന്നത്, മോനെ, ഉമ്മ പ്രസവിച്ച സമയം തൊട്ടേ നിനക്ക് കാഴ്ചയില്ല, പക്ഷേ നിനക്കെങ്ങാനും അത്ഭുതത്തിന്റെ കഴിവ് കൊണ്ട് പടച്ച റബ്ബെങ്ങാനും നിനക്ക് കണ്ണിന് കാഴ്ചയെങ്ങാനും തരുകയാണെങ്കിൽ, റബ്ബ് നിനക്ക് കാഴ്ച തരികയാണെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് നീ ആദ്യം ആരെ കാണാനാ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്ന് പ്രസവിച്ച എന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ ചേർത്ത് പിടിച്ച് പുത്തനുടുപ്പ് തന്ന് എന്നെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്ന ഉപ്പയുണ്ടല്ലോ, ഉപ്പാന്റെ മുഖം എങ്ങനെയെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ഉപ്പ എന്നെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചിട്ട് താരാട്ട് പാട്ട് പാടിയിട്ട് എന്നെ ഉറക്കുമ്പോ ആ ഉപ്പാന്റെ സ്വരം കേട്ടിട്ടാണ് ഞാൻ എന്റെ ഉപ്പയെ മനസ്സിലാക്കാറുള്ളത്. എനിക്ക് എന്റെ ഉമ്മയുടെ മുഖമൊന്ന് കാണണോ, എന്റെ ഉപ്പയുടെ മുഖമൊന്ന് എനിക്ക് കാണണോ. എന്റെ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ മുഖം ഇങ്ങനെ കണ്ടിങ്ങനെ മുഖത്ത് ചുംബനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ അവിടെ നിന്ന് കരയുന്ന രംഗം വളരെയേറെ അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും കണ്ണുനീരൊടുപ്പിച്ച രംഗമാക്കിയപ്പോ ഇവിടെയാണ് ഞാനും നിങ്ങളും ഓർക്കേണ്ടത്. ഞങ്ങളെ ഉമ്മാന്റെ മുഖം മതിവരുവോളം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം റബ്ബ് തന്നുകൊണ്ടിരിക്കുകയല്ലേ.
നമ്മുടെ ബാപ്പാനെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബ് തരികയല്ലേ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന് പറഞ്ഞ മറ്റൊരു വചനമുണ്ട്. എന്തേ പറഞ്ഞതെന്നറിയോ? ആ കുട്ടി പറയാണ്, എനിക്കെങ്ങാനും കാഴ്ചശക്തി എങ്ങാനും കിട്ടുകയാണെങ്കിലോ, ഞാൻ നോക്കാതെ അതല്ലെങ്കിലോ എന്റെ കൺവെളിച്ചത്തില് ഞാൻ എന്റെ കണ്ണുകൊണ്ടുള്ള കാഴ്ച കൊണ്ട് നോക്കാതെ എന്റെ ഖൽബ് കൊണ്ടുള്ള കാഴ്ച കൊണ്ട് ഞാൻ ഓതുന്ന ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിന്റെ ലിപികളിൽ ഞാൻ ഇങ്ങനെ കൈവച്ചിട്ട് വിരൽ വെച്ചിട്ടാണ് ഓതാറുള്ളത്. അതിലുള്ള എഴുത്തെന്തെന്ന് എനിക്കറിയില്ല. ആ ലിപികൾ ഇങ്ങനെ തൊട്ടിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ആ കൊണ്ടുപോകുന്നതിനിടയിൽ എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിട്ടുണ്ട്, എനിക്ക് ആ ഖുർആനൊന്ന് കാണണമായിരുന്നു. കണ്ണിന്റെ കാഴ്ചയുള്ള ആളുകൾ കണ്ടു നോക്കി ഓതുന്ന ഖുർആനുണ്ടല്ലോ, ആ ഖുർആനൊന്ന് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണമെന്ന് കൊതിയുണ്ട്. 5 നേരവും തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലെ കഅബ ശരീഫ് ഉണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ കില്ലയൊന്ന് എനിക്ക് കാണണോ. മസ്ജിദുൻ നബവിയിൽ പച്ചക്കുബ്ബയുടെ താഴെ പച്ചപ്പട്ട് വിരിച്ച റൗള ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലുള്ള പച്ചക്കുബ്ബ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണമെന്ന് കൊതിയുണ്ട്. കുട്ടി ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുകയാണ്. ഇനി ഞങ്ങൾ നമ്മെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് തന്ന കണ്ണുകൊണ്ട് നമ്മൾ കുബ്ബ കണ്ടില്ലേ, റൗള കണ്ടില്ലേ, കഅബ കണ്ടില്ലേ, നമ്മുടെ ഉപ്പയെ ഞങ്ങൾ കണ്ടില്ലേ, ഖുർആൻ ഞങ്ങൾ കണ്ടില്ലേ. എന്നാൽ ആ കണ്ണുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഹറാമ് കാണാൻ വേണ്ടി മാറ്റിവെക്കാറുണ്ടോ? ഓർക്കണേ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്, പ്രിയപ്പെട്ട ബാപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മക്കളെ, പടച്ചറപ്പ് നമ്മുടെ കരങ്ങളിൽ തന്ന മൊബൈലുണ്ടല്ലോ, ആ മൊബൈൽ ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുന്നതെങ്കിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം റബ്ബ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് ഞാൻ തന്ന കണ്ണുകൊണ്ട് എന്തടാ നീ കണ്ടത്? നിനക്ക് ഞാൻ തന്ന കാതുകൊണ്ട് നീ എന്താണ് കേട്ടത്? നിനക്ക് തന്ന നാവ് കൊണ്ട് നീ എന്താണ് മുടിഞ്ഞത്? റബ്ബ് ചോദിച്ച 2 ചോദ്യം വളരെ പ്രസക്തമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. 2 ചുണ്ട് നിനക്ക് ഞാൻ തന്നില്ലേ എന്ന് റബ്ബ് നമ്മോട് പറയാണ്. നല്ല സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകൾ സംസാരിക്കാൻ, ആളുകളോട് നല്ല രൂപത്തിൽ സംവദിക്കാൻ മനോഹരമായ നാവും നിങ്ങൾക്ക് തന്നില്ലേ? എത്രയെത്ര ആളുകൾ സംസാര ശേഷിയില്ലാത്തതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പടച്ച റബ്ബ് നമ്മെ അങ്ങനെ ആക്കിയില്ലല്ലോ. റബ്ബ് നമുക്ക് തന്ന ഭാഗ്യം എത്രയാണ്. ഇന്നലെ രാത്രി ഏകദേശം 12:30 സമയത്ത് രാത്രിയിലാണ് കണ്ണൂരിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലില് ഞാൻ അവിടെ നിന്ന് എന്റെ നാട്ടിലുള്ള പുഴക്കരയിലുള്ള ഒരു കൂട്ടുകാരന്റെ, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകൻ അപകടത്തിൽപ്പെട്ട് അവിടെ ഹോസ്പിറ്റലില് ഓപ്പറേഷന് വിധേയരാക്കിയത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്ന് ആ ICUവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വന്നു. ആ ചെറുപ്പക്കാരൻ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അരികിൽ വന്നിട്ട്, ഉസ്താദേ ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? അപ്പോഴാ പറയുന്നത്, ഉസ്താദ് ഇന്നലെ പറഞ്ഞത് ഇന്നലെ എന്നതുകൊണ്ട് മിനിഞ്ഞാന്നുള്ള ദിവസത്തെ കുറിച്ചാണ്. അദ്ദേഹം പറയാണ്, ഉസ്താദേ ഉമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നുമ്മ മത്സ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മത്സ്യത്തിന്റെ ഒരു മുള്ളി എന്റെ ഉമ്മയുടെ തൊണ്ടയിലങ്ങ് തറച്ചു കയറി. എന്റെ ഉമ്മയുടെ തൊണ്ടയിലേക്ക് മത്സ്യത്തിന്റെ ഒരു മുള്ള് കയറിയിട്ട് ഉമ്മാക്ക് ശ്വാസതടസ്സമുണ്ടാവുകയാണ്. ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തളിപ്പറമ്പിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഉമ്മയുടെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് വലിച്ചെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോ പിന്നെ ഉമ്മാക്ക് തൊണ്ട ഇങ്ങനെ വേദന വരാൻ തുടങ്ങി. ഉമ്മ വല്ലാതെ ഇങ്ങനെ ഒരു ശ്വാസതടസ്സം പോലെ അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഉമ്മയെ എടുത്തിട്ട് ഉമ്മയെയും കൊണ്ട് ഇവിടെ വന്ന
വന്നതാണ്. ഡോക്ടർ നോക്കിയപ്പോൾ പറയുന്നത് ഉമ്മായുടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പഴുപ്പ് വന്നിട്ട് ഉമ്മാക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ വേദനിച്ചുകൊണ്ട് ഉമ്മ പിടയുന്ന ഒരു അവസ്ഥയായപ്പോ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉമ്മാക്കൊരു വിഷമവുമില്ലാതെ ഉമ്മാടെ ആ വേദനയൊന്ന് മാറിയിട്ട് ഉമ്മ ഞങ്ങളെ കൂടെ തന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വളരെ നല്ല റാഹത്തോടെ വീട്ടിലേക്ക് പോകാനുള്ള തൗഫീഖിന് ദുആ ചെയ്യണമെന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? നിസ്സാരമായ പല കാരണങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് അതൊരു വലിയ പ്രയാസമായിട്ട് വേദനയായിട്ട് മാറുന്ന പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ റബ്ബ് നമുക്ക് തന്ന നിഅമത്ത് എത്രയാ! നമുക്ക് നല്ല വായ തന്നു, നാവ് തന്നു, തൊണ്ട തന്നു. നമ്മുടെ അന്നം നമ്മുടെ മുന്നിൽ നിന്നെടുത്തിട്ട് വായിൽ കൊണ്ടുപോയിട്ട് തടസ്സങ്ങളില്ലാതെ നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ ചവച്ചരച്ചിട്ടങ്ങ് ഇറക്കി വിടുമ്പോ ആ ഭക്ഷണം കടിക്കുമ്പോൾ നമ്മുടെ വിശപ്പങ്ങ് മാറുകയാണ്. ഇനി നിങ്ങൾക്കറിയണോ, ഒരു നേരത്തെ അന്നം കിട്ടാത്തതിന്റെ പേരിൽ പിടഞ്ഞു വീണ് മരിച്ചുപോയ ഗസയിലുള്ള പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മറക്കരുത്. അവിടെ നിന്ന് ഓരോ മക്കളും അവരുടെ എല്ലുകൾ കൊട്ടുകളായി മാറിയിട്ട് അവിടെ നിന്ന് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ തൊലികൾ ഇങ്ങനെ അടർന്നടർന്നതല്ലെങ്കിൽ എല്ലുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന രൂപത്തിലായിട്ട് ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു പോയ ഗസയിലെ ഒരുപാട് മക്കളുടെ ഫോട്ടോ നമ്മൾ കണ്ടവരല്ലേ. നമുക്കിവിടെ ധാരാളം ഭക്ഷണം റബ്ബ് തന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആ ഗസയിലുള്ള അവസ്ഥ നമ്മൾ കണ്ടവരല്ലേ? വിഷം തൊട്ടിയ വയറുമായിട്ട് നിൽക്കുന്ന പിതാവ്, തകർന്നു വീണ് കിടക്കുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കിടയിലൂടെ കൽപാദം നഗ്നമായിട്ട് നടന്നു വന്നിട്ട്, നഗ്നപദത്തോടെ നടന്നു വന്നിട്ട് അവിടുന്ന് വയറ്റിൽ ഒരു തോർത്തുമുണ്ടുകൊണ്ട് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് തന്റെ വയറ്റിന്റെ അകത്തുള്ള വിശപ്പിനെ അടക്കാൻ വേണ്ടി പുറഭാഗത്ത് വലിച്ചു കെട്ടിയ കല്ലുമായി നിൽക്കുന്ന പിതാവിനെ കണ്ടവരല്ലേ നമ്മള്? ആ ഗസയിലുള്ള പ്രിയപ്പെട്ട മക്കളുടെ കാഴ്ചകളിൽ പിന്നെ കണ്ട വേദനിക്കുന്ന രംഗം എന്തായിരുന്നു? ഒരു പൊന്നുമോന് തകർന്നു വീണ് കിടക്കുന്ന ഒരു വീടിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ കരയാണ്. ഏകദേശം 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന പൊന്നുമോനാണ്. ആ പൊന്നുമോൻ ഇങ്ങനെ ഓരോ കോൺക്രീറ്റ് കഷ്ണങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടിയോട് പത്രാധിപന്മാര്, അതല്ലെങ്കിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലേക്ക് അവിടുത്തെ വിവരങ്ങൾ എത്തിക്കുന്ന ആളുകള് അവിടുന്ന് വന്നിട്ട് ആ പൊന്നുമോനോട് ചോദിക്കുന്നു, മോനെ എന്താണ് മോൻ ഇവിടെ നിന്ന് തിരയുന്നത്? ആ പൊന്നുമോന് പറയാണ്, ഉമ്മീ ഉമ്മീ, എന്റെ ഉമ്മ ഇവിടെയുണ്ട്, എന്റെ ഉമ്മ ഇവിടെയുണ്ട്. അവര് പറയാണ്, മോനെ മോന്റെ ഉമ്മ എങ്ങനെ ഇവിടെ ഉണ്ടാകോ? ഇതൊക്കെ തകർന്നു വീണ് ഇവിടെ കിടക്കുകയല്ലേ, പിന്നെ എവിടെയാണ് ഉമ്മ ഇവിടെ കിടക്കുന്നത്? അപ്പോഴാണ് ആ പൊന്നുമോന് വന്ന ആളുകളോട് പറയുന്നത്, ഞാൻ എന്റെ ഉമ്മ ഇവിടെയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണോ, എന്റെ ഉമ്മ തൊണ്ട വറ്റി വരേണ്ട സമയമായിട്ട് ദാഹിച്ച് അവശയായിട്ട് ഉമ്മ ഇരിക്കുമ്പോ ഉമ്മാക്കൊരൽപ്പം വെള്ളമെടുക്കാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരൽപ്പം വെള്ളം ലഭിക്കുമോ എന്ന് കരുതി ഞാൻ ചെന്നിട്ട് ഒരു ബോട്ടലിൽ ഒരൽപ്പം വെള്ളം വാങ്ങിയിട്ട് ഞാൻ എന്റെ ഉമ്മാടെ അരികിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും കണ്ടരങ്ങമെന്താ, വെള്ളത്തിന് വേണ്ടി എന്റെ വരവ് ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ എന്നെ കാത്തു നിൽക്കാതെ ഇസ്രായേലിന്റെ കിരാത ഹസ്തങ്ങളിൽ നിന്ന് കടന്നു വന്ന ആക്രമണത്തിൽ തകർന്നു പോയ എന്റെ ഈ ഉമ്മ ഇരിപ്പുള്ള ഈ വീട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് എന്റെ ഉമ്മ അങ്ങ് താണ് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ. അതുകൊണ്ട് എന്റെ ഉമ്മാനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല. കുട്ടി നിലവിളിച്ച് കരയാണ്, ഉമ്മീ ഉമ്മീ എന്ന് പറയുമ്പോ, എന്നിട്ട് കഷ്ണങ്ങളായ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇങ്ങനെ കുട്ടി എടുത്തു മാറ്റുമ്പോ അവിടെയുള്ള ആളുകള് അവർക്ക് കഴിയുന്നത് പോലെ ആ അവശിഷ്ടങ്ങളൊക്കെ നീക്കി കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ അതാ പിടഞ്ഞ് ഷഹീദായി കിടക്കുന്ന ഉമ്മാടെ മയ്യത്ത് കാണുകയാണ്. ഇങ്ങനെ എത്രയെത്ര വേദനിക്കുന്ന രംഗങ്ങൾ ഗസയിൽ നമ്മൾ കണ്ടവരാ. ഇനി ഞാൻ എന്തിനാണ് ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്? പടച്ച റബ്ബ് നമുക്കിതുപോലെയുള്ള വേദനകളൊന്നും തന്നിട്ടില്ലല്ലോ. നമ്മുടെ ഉമ്മായ നമ്മുടെ നേരെ തന്നെ നമുക്ക് തന്നില്ലേ? നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ തന്നെ റബ്ബ് ചേർത്ത്
ചേർത്ത് വെച്ചില്ലേ? എന്നാൽ ആ റബ്ബിന്റെ നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ റബ്ബിന്റെ മുന്നിൽ സുജൂദിനായി കിടക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒരു സ്ഥലത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ടെക്സ്റ്റൈൽസ് കടയിലേക്ക് നമ്മൾ കയറി ചെന്നാൽ, ഇനി ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ, ആ വീട്ടിലോ അല്ലെങ്കിൽ കടകളിലോ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലോ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് എഴുതി വെച്ചത് കണ്ടാൽ, ഇനി അത് എഴുതി വെച്ചില്ലെങ്കിൽ ക്യാമറയുണ്ടെന്നറിയുമ്പോ ഞാനും നിങ്ങളും ഇടപെടുന്ന ഇടപെടലുകൾ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കുമല്ലോ. എന്നെ ഈ ക്യാമറയിൽ ഒപ്പിയെടുക്കുമെന്ന ഭയമുണ്ടല്ലോ, എന്റെ സംസാരം ഇതിലൂടെ എടുക്കുമെന്ന ഭയമുണ്ടല്ലോ. ഇനി ഞങ്ങൾ വാഹനവുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ബെൽറ്റ് ഇടാതെ സഞ്ചരിക്കാറില്ലല്ലോ. സ്വന്തമായിട്ട് വാഹനവുമായിട്ട് പോകുന്നതിനിടയിൽ തൊട്ടിപ്പാലത്ത് നിന്ന് കാറെടുത്തിട്ട് യാത്ര ചെയ്തിട്ട് പേരട്ടയിലെ ടൗണിലെത്തിയപ്പോ ഇരിട്ടിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവിടെ നിന്ന് ഒരാൾ കയറുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് പേരട്ട ടൗണിൽ നിന്ന് വാഹനത്തിൽ കയറുന്നത്. ആ മുൻ സീറ്റിലേക്ക് മുൻ ഡോറ് തുറന്നിട്ട് കയറുന്ന ആള് ഞങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ വാഹനം ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിന്റെ ഉടമ വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നൊരു വേർഡുണ്ട്. ആ ബെൽറ്റ് ഒന്ന് നിന്റെ ശരീരത്തിൽ ചാർത്തിയിട്ട് അതല്ലെങ്കിൽ അതൊന്ന് ധരിച്ചിട്ടിരുന്നാൽ മതി. വഅലൈക്കും അസ്സലാം. കാരണം അവിടെ പേടിക്കുന്നത് നമ്മൾ ആരെയാ? പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ക്യാമറ കണ്ണുകൾ ഉണ്ടെങ്കിൽ അതിൽ ഫോട്ടോ വന്ന് പതിയുമ്പോ ഞാൻ ഫൈൻ അടക്കേണ്ടി വരുമല്ലോ എന്ന ഭയമാണ്. ഈ ഒരു ഭയം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോ 24 മണിക്കൂറും അടയാതെ കിടക്കുന്ന ഒരു ക്യാമറയുണ്ട്. അത് റബ്ബിന്റെ ക്യാമറയാ. അതിനെയാണ് മുൻകാലത്ത് കഴിഞ്ഞ മഹാന്മാര് ഭയപ്പെട്ടത്. ആ ക്യാമറയെ പേടിച്ചിട്ടാണ് ജീവിതത്തെ അവർ റബ്ബിലേക്ക് മാറ്റിവെച്ചത്. ആ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടന്നത് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന ചിന്തയിലുള്ള പ്രവർത്തനമാണ്. അവരവരുടെ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ നിന്നിട്ടില്ല, കാതുകൊണ്ട് ഹറാമ് കേൾക്കാൻ നിന്നിട്ടില്ല, കരങ്ങൾ കൊണ്ട് അവർ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് അവർ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, കാലുകൊണ്ട് അവർ ഒരു തെറ്റിലേക്കും നടന്നു നീങ്ങിയിട്ടില്ല. അറിയുമല്ലോ മഹാന്മാര് മാതൃകയാക്കിയ മഹത്തുക്കളിൽ പെട്ട മഹാനല്ലോ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കയറുമ്പോ ഉമർ തങ്ങൾ പാതിരാത്രിയിൽ എന്താ ചെയ്യാറുള്ളത്? അവിടുന്ന് രാത്രി സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നാട്ടിലാരെങ്കിലും പ്രയാസം അനുഭവിച്ച് കഴിയുന്നവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് താങ്ങും തണലുമായി നിൽക്കാനാണ് പുറപ്പെടാറുള്ളത്. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ഒരു വീട്ടിൽ മാത്രം വിളക്കണഞ്ഞിട്ടില്ല. എല്ലാ വീടുകളും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഒരു വീട്ടിൽ ഇങ്ങനെ വിളക്കിന്റെ വെളിച്ചം, മരന്റെ വെളിച്ചം കാണുകയാണ്. എന്തേ ആ വീട്ടിൽ അണയാതെ തുറന്നു വെച്ചിട്ടുള്ളത്? ഉമർ തങ്ങൾ നേരെ ആ വീട് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അപ്പോഴാണ് ആ വീട്ടിന്റെ സിറ്റ് ഔട്ടില് ആ വീട്ടുകാരൻ വളരെ സങ്കടത്തോടെ ഇരിപ്പാണ്. സമയം പാതിരാത്രിയാണല്ലോ. ഈ നേരത്ത് ഞാൻ ആരെയാ വിളിക്കുക? എനിക്ക് ആരെയാണ് കൂട്ടിന് കിട്ടുക? ഒരു ഹെൽപ്പിന് ആരെയാണ് ലഭിക്കുക എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട നാടിന്റെ ഭരണാധികാരി കടന്നു വരുന്നത്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, അല്ല വീട്ടുകാരാ, പ്രിയ സുഹൃത്തേ, നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. ചോദിച്ചു, എന്തേ ഉറങ്ങാത്തത്? എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് പ്രസവ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രസവ വേദന അനുഭവിക്കുന്ന എന്റെ ഭാര്യയെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കാൻ ആരുമില്ല. എന്റെ ഭാര്യയെ ഇനി കൊണ്ടുപോകാൻ ഒരിടവും കാണുന്നില്ല. എല്ലാവരും ഉറക്കിന്റെ നേരമാണല്ലോ. അതുകൊണ്ട് വളരെ ആശങ്കയോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രയാസത്തോടെ ഞാൻ ഇവിടെ നിൽപ്പാണ്. എനിക്കുറങ്ങാൻ കഴിയില്ല. എന്റെ ഭാര്യ എന്റെ വീട്ടിന്റെ അകത്ത് വളരെ വിഷമത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്തേ ചെയ്തതെന്നറിയോ? നേരെ ഉമർ തങ്ങളുടെ വീട്ടിലേക്ക്
പോവുകയാണ്. അവിടെ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. ഭാര്യയോട് പറയുന്ന, പ്രിയ സഖിയേ, ഉറങ്ങാനുള്ള സമയമല്ല, എന്റെ കൂടെ നീ ഒന്ന് വരണോ? പ്രിയപ്പെട്ട ഭാര്യ ചാടി എഴുന്നേറ്റിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൂടെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഉമർ തങ്ങളുടെ കൂടെ ചെന്നിട്ട് അവിടെ നദാ വീട്ടിലുള്ള പ്രിയപ്പെട്ട പിതാവിനോട് പറയാണ്, നിങ്ങൾ എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ട്. അവളകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ അവർ ചെയ്യട്ടെ. നിങ്ങൾക്ക് സമ്മതമാണോ? വളരെ ആശ്ചര്യത്തോടെ എനിക്കേറെ സന്തോഷമാണെന്ന മറുപടി കിട്ടിയപ്പോ ഉമർ തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, നീ അകത്ത് ചെല്ലണോ? ഇവരുടെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ശുശ്രൂഷ കൊടുക്കണോ? സന്തോഷകരമായ അവസ്ഥ വന്നാ തിരിച്ചു വരണോ? ഞാനിവിടെ പുറത്ത് കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ജീവിതത്തിന്റെ നിഖില മേഖലകൾ എന്റെ റബ്ബിന്റെ സംരക്ഷണത്തില്, എന്റെ റബ്ബെന്നെ കാണുന്നതും നോക്കുന്നതും എന്റെ റബ്ബിന് ഇഷ്ടമുള്ളതാവണമെന്ന് ആഗ്രഹിച്ചിട്ട്, മുത്തുനബിക്ക് ഇഷ്ടമുള്ള പ്രവർത്തനമാവണം എന്നിൽ ഉണ്ടാവേണ്ടതെന്ന് ആഗ്രഹിച്ചിട്ട് ഉമർ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിന്റെ അകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറ്റി വിട്ടപ്പോ സമയം അല്പം കഴിഞ്ഞു. പ്രസവം നടന്ന് സന്തോഷമുള്ള അവസ്ഥയായെന്ന് കണ്ടപ്പോ പ്രിയപ്പെട്ടവർ പുറത്തു വരികയാണ്. ഉമർ തങ്ങൾ ഭാര്യയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ആ വീട്ടുകാരനോട് ഞാൻ ഖലീഫയാണെന്ന് പറഞ്ഞില്ല, ഞാൻ ഈ നാട്ടിന്റെ ഭരണാധികാരിയാണെന്ന് പറഞ്ഞില്ല, ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ല, അതല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഞാന് നാടിന്റെ ഭരണാധികാരിയാണെന്ന ഒരു പ്രചരണം അവിടെ നടത്തിയില്ല. ഇന്നൊരു സേവനം നമ്മൾ ചെയ്യുമ്പോ ആ സേവന പ്രവർത്തനങ്ങള് മീഡിയകളിലൂടെ പലരും കാണണമെന്ന കൊതി ആഗ്രഹം പലരും കയറി വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്ത സേവനം കണ്ടു. എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ ആശ്വസിപ്പിച്ച സേവനോ തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ നിശയുടെ നിശബ്ദതയിൽ പാതിരാ സമയത്തൊരു വീട്ടിലേക്ക് കയറി പോവുകയാണ്. അല്പം വിദൂരത്ത് നിന്ന് ത്വൽഹ തങ്ങൾ ആരംഗം കണ്ടു നിന്നു. ത്വൽഹ തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നു, എന്തിനാണ് ഖലീഫ ആ വീട്ടിൽ പോകുന്നത്? അത് മറ്റൊരാളുടെ വീടല്ലേ, അതും സമയം പാതിരാത്രിയല്ലേ, എന്തിനാണ് ആ വീട് ലക്ഷ്യമാക്കിയിട്ട് ഖലീഫ പോകുന്നത്? അതെനിക്കൊന്നറിയണം, എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന്. ഏകദേശം സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന്റെ സമയം അല്പം മുമ്പ് ഉമർ തങ്ങളതാ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. തങ്ങൾ ഇങ്ങനെ വളരെ വെപ്രാളത്തോടെ, എന്തിനാണോ ആ വീട്ടിലേക്ക് ഖലീഫ കയറിപ്പോയത്? ഇന്ന് നേരം വെളുത്താൽ ആദ്യമായിട്ട് എന്റെ ജോലി ആ വീട്ടിലേക്ക് പോകലാണ്. എന്തിനാണ് ഖലീഫ വന്നതെന്ന് അറിയണോ? അന്നത്തെ പ്രഭാതം പൊട്ടി വിടർന്നപ്പോ തങ്ങൾ അതാ ആ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വീട്ടിലേക്ക് ചെന്ന് സമ്മതം ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറട്ടെയോ? ആ വീട്ടുകാരിൽ നിന്ന് ശബ്ദം കേൾക്കുന്നില്ല. സമ്മതം കിട്ടാത്തൊരവസ്ഥയായി വീണ്ടും വിളിച്ചു. ചെറിയ ശബ്ദത്തിൽ വീട്ടിന്റെ അകത്ത് നിന്നൊരു വയസ്സുള്ളൊരു ഉമ്മയുടെ സ്വരം കേട്ടു, കടന്നു വരൂ എന്ന്. തങ്ങളതാ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിന്റെ അകത്തുള്ള റൂമുകൾ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഒരു റൂം കണ്ണിൽ കണ്ടത്. ആ റൂമിന്റെ അവസ്ഥ എന്തെന്നറിയോ? പനനാരി കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ. പനയുടെ നാര് അറുത്തെടുത്തിട്ട് മനഞ്ഞുണ്ടാക്കിയ കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിന്റെ മുകൾ ഭാഗത്തൊരു വയസ്സുള്ള ഉമ്മ കിടക്കാണ്. ആ ഉമ്മ ഒരു പഴയ തുണി ഇങ്ങനെ പുതച്ചിട്ട് കിടക്കാണ്. ഉമ്മാടെ കിടപ്പ് കണ്ട് തങ്ങൾ വല്ലാതെ വേദനിച്ചു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഈ വീട്ടിലൊരാളെയും കാണുന്നില്ലല്ലോ, ഉമ്മാക്ക് സേവനം ചെയ്യാൻ, നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ആരാണ് ഉമ്മ നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയാണ് തങ്ങളോട്, എന്റെ സൃഷ്ടാവായ റബ്ബാണ് എനിക്ക് സേവനം ചെയ്യുന്നത്. തങ്ങൾ ചോദിച്ചു, ഉമ്മ, റബ്ബെങ്ങനെ
എങ്ങനെയാണ് അങ്ങയ്ക്ക് സേവനം ചെയ്യുന്നത്? അപ്പോഴാണ് പറയുന്നത്, മോനെ, ഞാൻ രോഗിയായിട്ട് കിടക്കുന്നത് മാസമായി, രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും. എനിക്ക് രോഗം പിടിപെട്ട അന്നത്തെ രാത്രി തൊട്ട് ഇന്നലെ കഴിഞ്ഞ രാത്രി വരെ ഏതോ ഒരാൾ എന്റെ അരികിൽ വരാറുണ്ട്. ആരാണ് എന്റെ അരികിൽ വരുന്നതെന്നറിയില്ല. ഉമ്മ തുടരുകയാണ്, മോനെ, ഞാൻ ഈ കിടക്കുന്ന കട്ടില് കണ്ടോ? ഈ കട്ടിലിന്റെ മധ്യഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരം എന്തിനാണ് ഘടിപ്പിച്ച് വെച്ചതെന്നറിയോ? എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമുകളിലേക്ക് പോകാൻ സാധ്യമല്ല. എനിക്ക് മൂത്രമൊഴിക്കണോ, കാഷ്ടിക്കണോ, എന്റെ ആവശ്യങ്ങളെ നിർവഹിക്കണോ, അത് ഞാൻ ഈ കിടക്കുന്ന കട്ടിലിന്റെ മധ്യഭാഗത്തുള്ള ദ്വാരത്തിലൂടെയാണ് താഴെ വീഴാറുള്ളത്. മോനെ, എന്റെ കട്ടിലിന്റെ അടിഭാഗത്തൊരു ചട്ടി കാണുന്നുണ്ടോ? ആ ചട്ടി എന്തിനാണ് വെച്ചതെന്നറിയോ? എന്റെ കാഷ്ടവും മൂത്രവും അതിലൂടെ വന്ന് താഴെ വീഴുമ്പോ ആ ചട്ടിയിൽ നിറഞ്ഞ് ചട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. ഇനി അങ്ങനെ എന്റെ മൂത്രവും കാഷ്ടവും അതിൽ നിറഞ്ഞാലോ, രാത്രിയിൽ വരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവരെന്താ ചെയ്യലെന്നറിയോ? കാഷ്ടിച്ച ചട്ടി എടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. രാത്രിയിൽ അവിടുന്ന് ഉണ്ടായ ആ രംഗങ്ങളോ, രാവിലെ അവിടുന്ന്, അതുപോലെ രാവിലെ അവിടുന്ന് ശുദ്ധിയായി കിടക്കുന്ന ഈ ചട്ടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. രാത്രിയിൽ വരുന്ന ചെറുപ്പക്കാരൻ എന്താ ചെയ്യണമെന്നറിയോ? നിറഞ്ഞു നിൽക്കുന്ന എന്റെ എല്ലാ അവശിഷ്ടങ്ങളും എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് വെള്ളമെടുത്തിട്ട് ചട്ടിയിലൊടിച്ചിട്ട് തേച്ച് എനിക്ക് വൃത്തിയാക്കിയിട്ട് ആ ചട്ടി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെക്കലാണ് പതിവ്. പിന്നെന്തേ ചെയ്യലെന്നറിയോ? സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമല്ല നീങ്ങുവാനുതകുന്നതാ. എന്നോട് വരുന്ന ചെറുപ്പക്കാരൻ പറയും, ഉമ്മ ഭയപ്പെടേണ്ട ഉമ്മ, സങ്കടപ്പെടേണ്ട ഉമ്മ, ഉമ്മാക്ക് താങ്ങും തണലുമായിട്ട് ഞാനുണ്ടല്ലോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമ്മാക്ക് വേണ്ടിയിട്ട് ആ വരുന്ന ചെറുപ്പക്കാരന് കുളിപ്പിച്ചു കൊടുത്തിട്ട്, വസ്ത്രമണിയിച്ചു കൊടുത്തിട്ട്, ഭക്ഷണം വാരി കൊടുത്തിട്ട്, വിശപ്പകറ്റി കൊടുത്തിട്ട്, ദാഹമകറ്റി കൊടുത്തിട്ട് പോകാനൊരുങ്ങുമ്പോ പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ. സുബ്ഹാന റബ്ബി, തൽക്ഷണം മടങ്ങുന്നതാ. പോകാനൊരുങ്ങുന്ന സമയത്ത് ഒരു പൊതി ഭക്ഷണം എടുത്തിട്ട് കയ്യിൽ തന്നിട്ട് പറയും, ഉമ്മ, ഞാൻ നാളെ രാത്രിയിൽ വരുന്ന സമയം വരെ ഉമ്മാടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം ഇതിലുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, അതുകൊണ്ട് ഉമ്മ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ സന്തോഷമുള്ള വർത്തമാനങ്ങൾ തന്നിട്ട് അവര് പോകാറുള്ളത്. ഇതു കേട്ടു തൽഹ തന്നതാ കരയുന്നേ, അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? ഉമ്മ നിങ്ങളെടുത്ത് വന്ന് സേവനം ചെയ്യുന്ന ആളെ ഉമ്മാക്കറിയുമോ? ഉമ്മ പറഞ്ഞു, ഇല്ല മോനെ, ഏതോ ഒരു നല്ല ചെറുപ്പക്കാരനാണ് വരാറുള്ളത്. അപ്പോഴാണ് തൽഹതങ്ങൾ പറയുന്നത്, ഉമ്മാ കിസ്റാ ഭരിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കും ഇമാം അവരല്ലോ. ലോകത്തുള്ള സർവ്വജനങ്ങളും ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ തൊട്ടിപ്പാലം എന്ന് പറയുന്ന പ്രദേശം അടക്കമുള്ള സ്ഥലങ്ങളില്, എന്റെ പുഴക്കരയടക്കമുള്ള സ്ഥലങ്ങളില്, അതുപോലെ കണ്ണൂർ ജില്ലയിലും മറ്റുള്ള ബാക്കി ജില്ലകളിലും, എല്ലാ ജില്ലകളിലും ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങള്, അതുപോലെ ഗൾഫ് നാടുകളിൽ ഞങ്ങളുടെ പ്രവാസികൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങള്, അവിടെയുള്ള പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള് ഓരോ സ്ഥലങ്ങളിലും ചെയ്യുന്ന സേവനങ്ങള്, ആ സേവനങ്ങൾക്കൊക്കെ അവർ മുന്നിൽ നിൽക്കുമ്പോ, അതുപോലെ ഹജ്ജിന് വേണ്ടി ഹാജിമാരും ഹജ്ജുമ്മമാരും പോകുമ്പോ, ഹജ്ജിന്റെ വേളയിൽ മിനയിലും മുസ്ദലിഫയിലും അറഫയിലും, അതുപോലെ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന സേവകര്, അങ്ങനെ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ അമീറായിട്ട്, അവർക്കൊക്കെ അമീറായിട്ട്
പ്രവാചകനായിട്ട് നിന്ന മഹാന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് ശിഷ്ടകാല ജീവിതം നമ്മളും അതേ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കഴിയണം. നമുക്ക് തന്ന ആരോഗ്യം പടച്ച റബ്ബിന്റെ മാർഗത്തിലായി മാറ്റിവെക്കണം. റബ്ബെന്നെ കാണുന്നുണ്ട്, അവനെന്നെ നോക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോ സ്കൂളുകളിലേക്ക് പോകുന്ന മക്കൾ, മദ്രസയിലേക്ക് വരുന്ന മക്കൾ, സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന മക്കൾ, ആ മക്കളെ വിശുദ്ധ ദീനിന്റെ ശിആറുകൾ, അടയാളങ്ങൾ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചാൽ ഒരിക്കലും മക്കൾ എവിടെയും തകരില്ല. ആ മക്കളെ തളർത്താനും ആർക്കും സാധ്യമല്ല. എന്നാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ നിന്ന് വ്യതിചലിക്കുന്ന സ്വഭാവങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ദുനിയാവിലും നാളെ പരലോകത്തും ഉപകരിക്കുന്നതാവണം എന്നൊരു ബോധം നമുക്കുണ്ടാവണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്, ഇന്ന് പല മക്കളും തട്ടമിട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും തട്ടമിടുന്നതിനെ മടിക്കുന്ന, അല്ലെങ്കിൽ ഉള്ള മുടികൾ മുഴുവനും പുറത്ത് പേരിന്റെ ഒരു തട്ടം എന്ന രൂപത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്. അത് ആരാണ് ജീവിതത്തിലേക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? അത് മാതാപിതാക്കളാകും. അതുകൊണ്ട് അവസാനം പിന്നെ മാതാപിതാക്കൾക്ക് നേരെ ആ മക്കൾ തിരിയുന്ന ഒരവസ്ഥ ഒരിക്കലും വന്നു പോകരുത്. ചെറുപ്പത്തിൽ തന്നെ മക്കളെ നമ്മൾ നല്ല രൂപത്തില് ദീനി ചിട്ടയിലൂടെ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞ മുത്തുനബി നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു ദീനിന്റെ അടയാളങ്ങൾ എന്തൊക്കെ കുട്ടിയിൽ ഉണ്ടാവേണമോ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങേണ്ട ഒരു പ്രായമാണ് 7 വയസ്സ് എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആൺമക്കളായാലും പെൺമക്കളായാലും നമ്മുടെ റൂട്ടിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ ദീനിന്റെ ഭാവി വാഗ്ദാനങ്ങളാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. പടച്ചവനെ, നീ ഞങ്ങളുടെ നാടിനെയും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നീ നന്മയുള്ളവരാക്കി വളർത്തണേ അല്ലാഹ്. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മഹത്തമേറിയ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന്, നമുക്ക് തന്ന സമയത്തിൽ നിന്ന്, നമുക്ക് തന്ന അഭിവൃദ്ധിയിൽ നിന്ന് റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മൾ നീക്കി വെക്കുമ്പോൾ അല്ലാഹു നമ്മെ എവിടെയും കൈയൊടിയുകയില്ല. പടച്ചവനെ, ഈ സദസ്സിൽ വന്ന എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരാൾക്കും ഒരു രോഗവും കൊടുക്കല്ല റഹ്മാനേ. ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. ടെൻഷൻ ഉണ്ടെങ്കിൽ നീക്കണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നമ്മുടെ സംഘാടകർ നമ്മുടെ ഈ തൊട്ടടുത്ത് നമ്മുടെ മഖാമിന്റെ ചാരത്ത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ കാശിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണോ? മാത്രമല്ല, ഇവിടെ നിന്ന് നിങ്ങളിലേക്ക് നൽകപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ ഒരു വില നിർണയിച്ചിട്ട് നിങ്ങൾക്ക് തരുമ്പോ അത് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കണോ? ആരും മാറി നിൽക്കരുതേ. പടച്ചവനെ, ഈ സദസ്സിലുള്ള ഉമ്മമാര്, ബാപ്പമാര് ദീനിന് വേണ്ടി ധർമ്മം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളിൽപ്പെട്ട അച്ഛന്മാരുണ്ടാകും, അമ്മമാരുണ്ടാകും, ചേച്ചിമാരുണ്ടാകും, ചേട്ടന്മാരുണ്ടാകും. അവരൊക്കെ ഞങ്ങളുടെ ഈ ശബ്ദം ഇവിടെ നിന്ന് വീക്ഷിക്കുമ്പോ അവരും വലിയ പ്രതീക്ഷയിൽ, പ്രാർത്ഥന കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ സംഭാവന കൊടുക്കുന്നവരുണ്ട്. ഇവിടെ വന്ന് നേർച്ച നൽകുന്നവരുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് ലേല വസ്തുക്കളൊക്കെ വാങ്ങുന്ന സഹോദര സമുദായ അംഗങ്ങളിൽപ്പെട്ട അച്ഛന്മാരും അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാകും. എല്ലാവരും ഈ സദസ്സുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ എല്ലാവരുടെയും സമ്പത്തിൽ നിന്ന് നാം ഈ ഒരു മഹത്തമേറിയ സദസ്സിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായമായിട്ട് കൊടുക്കുമ്പോ ഒരിക്കലും റബ്ബ് നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തൂല. പടച്ചവനെ, നീ അഭിവൃദ്ധി നൽകണമല്ലോ. ഇസ്സത്തിൽ
രോഗമുക്തരാക്കണമല്ലോ, രോഗങ്ങൾ മാറ്റണമല്ലോ, ആരോഗ്യം നിലനിർത്തണമല്ലോ, പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലോ. ഇവിടത്തേക്ക് വന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, തൊട്ടടുത്ത പല മഹല്ലുകളിൽ നിന്ന് വന്നവരുണ്ട്. പടച്ചവനെ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹുവേ. രോഗം കാരണത്താൽ വീടുകളിൽ കഴിയുന്ന പലരുമുണ്ട്. രോഗശമനത്തിന് വേണ്ടി ദുആ കിട്ടുമെന്ന പ്രതീക്ഷയില് ഈ ലൈവ് പ്രോഗ്രാം അവരിങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്. ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന പലരുമുണ്ട്. നമ്മുടെ തൊട്ടിപ്പാലം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇവിടെ ഈ സദസ്സിലുണ്ടാവേണ്ട പലരും പല സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിച്ച് കഴിയുന്നവരുണ്ടാകോ. തലശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയപ്പെട്ട പോക്കർ ഹാജി എന്ന് പേരുള്ളൊരു പിതാവ് ദുആ ചെയ്യണേ എന്ന് അവരുടെ വേണ്ടപ്പെട്ടവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലോ, പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കാരണത്താൽ പ്രയാസപ്പെട്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്നുണ്ട്. അല്ലാഹുവേ നീ അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകണേ അല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ക്യാൻസറിൽ നിന്ന് രക്ഷ കിട്ടാൻ, ട്യൂമറിൽ നിന്ന് രക്ഷ കിട്ടാൻ, അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, നമ്മുടെ ടെൻഷൻ നീങ്ങാൻ, വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ, വീടുള്ളവർക്ക് തന്നെ വീട്ടിൽ സമാധാനം ലഭിക്കാൻ, നമുക്ക് തന്ന സമ്പത്തിൽ അഭിവൃദ്ധി കിട്ടാൻ, ഇവിടെ നിന്ന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുമ്പോ പടച്ച റബ്ബ് നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകുന്നതാണ്. സാധാരണ പറയാറുണ്ട്, കോരുന്ന കിണറിൽ വെള്ളം ഇങ്ങനെ ഉറവ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുപോലെ കൊടുക്കുന്ന സമ്പത്തില് അവരെ സമ്പത്തിൽ അല്ലാഹ് ഇങ്ങനെ ബർക്കത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. പടച്ചവനെ അങ്ങനെയുള്ളവരാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവനകൾ അറിയിച്ചവരുണ്ട്, സ്വീകരിച്ചവരുണ്ട്. നമ്മുടെ ഈ സദസ്സിലുള്ള ഓരോ അംഗങ്ങളും ഈ ഒരു സദസ്സിൽ നിന്ന് ഇൻഷാ നിങ്ങളുടെ അരികിലേക്ക് നമ്മുടെ സംഘാടകർ ഇൻഷാ അല്ലാഹ് ഇവിടെ 5 നേരവും നമുക്ക് വീട്ടിൽ ചെന്ന് നിസ്കരിക്കുവാൻ ഉതകുന്ന, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മുസല്ല ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ വളണ്ടിയർമാർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് സ്വീകരിക്കണം. ആരും മാറി നിൽക്കരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു പടം നമ്മുടെ ജ്യേഷ്ഠ മൂപ്പർക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനമാക്കാം. ഇങ്ങോട്ട് വാ. ബിസ്മില്ലാ. നമ്മുടെ കുറെ ആറളത്തുള്ള നമ്മുടെ കൂട്ടുകാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഇതുമായി സഹകരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ് എണ്ണം കൊടുക്കുക, പിന്നെ ഓരോരുത്തരും ഏറ്റെടുക്കണം. എല്ലാവരും ഈ ഒരു പടം ഏറ്റെടുക്കണം. ഏകദേശം ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു സംഖ്യ സംഘാടകർ ഓർമ്മപ്പെടുത്തിയത് 666 രൂപയാണ്. അത് നമ്മൾ ഏറ്റെടുത്തങ്ങ് കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഭക്ഷണത്തിന്റെ പാചകപ്പുരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കള്, അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കള്, അതുപോലെ ഞങ്ങളുടെ സഹോദരൻ, നമ്മുടെ സഹോദരിമാർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ, എല്ലാവർക്കും പടച്ചവനെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ഓരോരുത്തരുടെ അരികിലേക്കും ഇൻഷാ അല്ലാഹ് അത് കൊണ്ടുവരുന്നത് എവിടെ കൊണ്ടുവച്ച സയ്യിദ് എവിടെയുള്ള ദൂരെയാണോ? ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ട്. സദസ്സിലുള്ള ആളുകൾ വരാൻ പറ്റുന്ന ആൾ വന്ന് സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ്.